السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് നടന്ന എക്സാം അല്ല, അതിന് മുമ്പുള്ള 2023 ജൂണിൽ നടന്ന UGC നെറ്റ് എക്സാമിന്റെ അറബിക്കിന്റെ സിലബസിലെ അറബിക് എക്സാമിലെ BYQ ഡിസ്കഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് നമുക്ക് നോക്കാം. അതായത് ഏത് എക്സാം ആണെങ്കിലും, ഏത് കോമ്പറ്റേറ്റീവ് എക്സാം, ഇതിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുകയാണ്. ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും അത് അഭിമുഖീകരിക്കുന്ന മുമ്പ് ആ എക്സാമിന്റെ പാറ്റേൺ അല്ലെങ്കിൽ അതിന്റെ ക്വസ്റ്റിന്റെ ശൈലി ഇതൊക്കെ മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ നിലയ്ക്ക് ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആവട്ടെ അല്ലാത്തതാവട്ടെ ഏത് എക്സാം ആണെങ്കിലും അതിലെ PYQസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് നമുക്കൊക്കെ അറിയാം. അപ്പൊ ആ നിലയ്ക്ക് തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ വർഷം നടന്ന നെറ്റ് എക്സാമിന്റെ ജൂൺ സൈക്കിളിലെ എക്സാമിന്റെ പേപ്പർ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക, ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ എന്താണെന്നുള്ളതും അതുപോലെ തന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആദ്യമായിട്ട് നിങ്ങളൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കും, ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ സമയം മാത്രം നിങ്ങൾക്ക് തരും. അതിനൊക്കെ നിങ്ങൾ എന്റെ കൂടെ തന്നെ ചാറ്റ് ബോക്സിൽ അതിന്റെ ആൻസർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോ അതിന് കൂടുതൽ സമയം കിട്ടൂല. ആ സമയത്തിനകം നിങ്ങൾ ആൻസർ ചെയ്യണം, മാക്സിമം ആൻസർ ചെയ്യണം. അതിനുശേഷം ഞാൻ കുറഞ്ഞ ഗ്യാപ്പ് വന്നാൽ ഞാൻ അടുത്ത ആൻസർ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും, ഇതിന്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യ ക്വസ്റ്റ്യനാണ് സ്വഹീഹു ഫീമാ യലി. അതായത് താഴെ 4 സ്റ്റേറ്റ്മെന്റുകൾ വന്നിട്ടുണ്ട്. ഇവിടെ എക്സാമിന്റെ ഒക്കെ പാറ്റേൺ അല്ലേ, കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു 4-5 എക്സാമുകളായിട്ട് നമ്മൾ എക്സാമിന്റെ പാറ്റേൺ വളരെയധികം മാറിയിട്ടുണ്ട്. വൺ വേർഡ് ക്വസ്റ്റ്യനുകൾ അല്ലെങ്കിൽ ജനിച്ച വർഷം ഏതാ, ജനിച്ച സ്ഥലം ഏതാണ്, ഇതിനൊക്കെ മാറി വലിയ സ്റ്റേറ്റ്മെന്റുകൾ വന്നിട്ട് അതിൽ തന്നെ 1, 2, 3 കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ 3 കാര്യങ്ങൾ ശരിയാണോ, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ, അത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതിലൂടെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുക, സിലബസ് പഠിക്കുക എന്നതുപോലെ തന്നെ നമ്മൾ എക്സാമിന്റെ ഒരു പാറ്റേൺ കൂടെ, ക്വസ്റ്റ്യന്റെ ഒരു പാറ്റേൺ കൂടെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൂടെ നിങ്ങൾ ഇതിന്റെ ഇടയിലൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ 4 സ്റ്റേറ്റ്മെന്റുകൾ ഏതാണ് ശരി നോക്കുന്നത്. ഇതിലിപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരി ഉണ്ടാവുള്ളൂ. ഗസലുൽ ഉദ്രി എന്ന് പറയുന്ന സംഭവമുണ്ട്. ഷീറുൽ ഗസൽ രണ്ടായിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഷീറുൽ ഉദ്രീന്റെ ശാരീരികൾപ്പെട്ട ആളാണ് അവർ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത് ജമീൽ ബിൻ മഅ്മർ, ഉർവത്ത് ബിൻ ഉദൈന, ഇവരൊക്കെ ഷീറുൽ ഗസലുൽ ഫാഹിഷ്. ഗസലുൽ ഉദ്രീന് നേരെ ഓപ്പോസിറ്റ് ഗസലുൽ ഫാഹിഷ്. പിന്നെ ഖൈസുൽ ആമിരി കസീർ ഉസ്സ മിൻ ശുറാഇൽ ഫഖർ. അടുത്തായിട്ട് ജമീൽ ബിൻ മഅ്മർ കസീർ ഉസ്സ ശുറാഉൽ ഗസലുൽ ഉദ്രി. ഓക്കെ, എന്താണ് ഷീറുൽ ഗസൽ, ഷീറുൽ ഗസൽ ഉദ്രി എന്താണ്, ഷീറുൽ ഗസലുൽ ഫാഹിഷ് എന്താണ്, നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ അത് മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് ഇതിൽ പരിചയമുള്ള, നമ്മൾ നേരിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ച് നമ്മുടെ സിലബസിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത രണ്ടാളുകളാണ് അപ്പൊ ഇവരെ കുറിച്ച് പഠിച്ചാൽ തന്നെ പിന്നെ ഷീറുൽ ഗസൽ ഉദ്രി എന്താണ്, ഗസലുൽ ഫാഹിഷ് എന്താണ് മനസ്സിലാക്കി നമുക്ക് കറക്റ്റ് ആയിട്ട് ഉത്തരം ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോ ഓക്കെ, കുറെ ആളുകളൊക്കെ ആൻസർ ചെയ്യുന്നുണ്ട്. ഞാൻ കൂടുതൽ സമയം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആൻസർ ചെയ്താൽ അത്ര നിന്നോ. ഓക്കെ ഓക്കെ, ഉത്തരം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ജമീൽ ബിൻ മഅ്മർ കസീർ ഉസ്സ ശുറാഉൽ ഗസലുൽ ഉദ്രി. ഗസലുൽ ഉദ്രിയുടെ ശാരീരികൾപ്പെട്ട ആളുകളാണ് ജമീൽ ബിൻ മഅ്മറും കസീർ ഉസ്സ. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷനുകളൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. കാരണം എന്താണ് അതിന് മുമ്പ് ബാക്കിയുള്ള ഓപ്ഷൻ നോക്കുന്നതിന് മുമ്പ് എന്താണ് ഷീറുൽ ഗസലുൽ ഉദ്രി, എന്താണ് ഗസലുൽ ഫാഹിഷ് എന്താണ് നമുക്ക് നോക്കാം. غزل العذري أن هذا نوع من الغزل يقوم فيه الشاعر بوصف الخصائص الجمالية المعنوية فقط لحبيبته. فغزل العذري എന്ന ബനൂ ഉദ്ര ഗോത്രത്തിലേക്ക് നിസ്ബ ചെയ്തുകൊണ്ടാണ് ഗസൽ ഉദ്രി. അതായത് ഇവര് ആഗ്രഹിക്കുന്ന, ഇവർ സ്നേഹിക്കുന്ന സ്ത്രീയുടെ അവളുടെ മാനവീയായ ഭംഗികൾ മാത്രം, അവളുടെ നല്ല സ്വഭാവം, അവളുടെ ലജ്ജ, ഹയാ, അതുപോലത്തെ അവളുടെ മാനവീയായ ഭംഗിയെ, സൗന്ദര്യത്തെ വിശേഷിപ്പിക്കുന്നതിനാണ് ഗസൽ ഉദ്രി എന്ന് പറയുക. അതായത് നേരെ തിരിച്ചുണ്ട്, മാനവീയ അല്ലാത്ത സൗന്ദര്യം തന്നെ ശാരീരിക പ്രകൃതി, ശരീരത്തിന്റെ അവയവങ്ങളുടെ സൗന്ദര്യം, മുഖത്തിന്റെ സൗന്ദര്യം, ഇതിനെ വർണ്ണിക്കുന്നതിന് ഗസൽ ഉദ്രി എന്ന് പറഞ്ഞാൽ ഇവരുടെ ആന്തരികമായ മാനവീയായിട്ടുള്ള വിശേഷണങ്ങളെ വിശേഷിപ്പിക്കുന്ന ഗസൽ ഉദ്രി. അമിനും ഖൈസ് ബിൻ മലൂഹ്, ജമീൽ ബിൻ മഅ്മർ, കസീർ ഉസ്സ, ഇവരൊക്കെ ഗസലുൽ ഉദ്രി എന്ന് പറയുന്ന ഭാഗത്തുള്ളതാണ്. ഓക്കെ, എന്നാൽ ഗസൽ സ്വരീഹി അല്ലെങ്കിൽ ഗസലുൽ ഫാഹിഷ് എന്ന് പറയും. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഗസലാണ് ഗസൽ സ്വരീഹി. ഇതിന്റെ വേറെ പേരാണ് ഗസലുൽ ഫാഹിഷ് എന്ന് പറയുന്നത്.
അതായത് هو هذا النوع من الغزل يعتمد فيه الشاعر على وصف أوقاته مع النساء ومن الأمور التي تميزه أن الشاعر لا يذكر اسم امرأة واحدة فقط بل يلاحظ الكثير منهن. അതായത് ഗസൽ സ്വരീഹ് ഗസൽ ഫാഹിഷ് എന്ന് പറഞ്ഞാല് ആ ഷായർ ഇത് എഴുതുന്ന ഷാക്കാവി എന്താവും അദ്ദേഹം തന്റെ ഹബീബത്തുകളും താൻ സ്നേഹിക്കുന്ന സ്ത്രീകളുമായിട്ട് സമയം ചെലവഴിക്കുന്ന ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ സമയങ്ങൾ ചെലവഴിക്കുന്ന ആ സംഭവങ്ങൾ അതുപോലെ തന്നെ ഒരൊറ്റ സ്ത്രീ മാത്രമായിരിക്കൂല ലാഹിദുൽ കസീറ മിൻഹുന്ന ഒരുപാട് പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞു ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ് അതായത് സ്ത്രീയുടെ ഓരോ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും വിശദീകരിച്ച് അതും കവിതയിൽ കൊണ്ടുവരും. ഇത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ അപ്പൊ ഗസൽ സ്വരീഹ് ഗസലുൽ ഫാഹിഷ് രണ്ടും ഒന്നിനാണ്. അതിലെന്തൊക്കെ ഉണ്ടാവും? ഷായർ ഇത് എഴുതുന്ന കവി അദ്ദേഹത്തിന്റെ ഹബീബത്തുകളുമായിട്ട് സമയം ചെലവഴിക്കുന്ന വിശേഷങ്ങളും അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ കുറിച്ചുള്ള വർണ്ണനകളും അതുപോലെ തന്നെ ഈ ഹബീബത്തിന്റെ ശരീരത്തിന്റെ പ്രകൃതി എങ്ങനെയാണ്, ശരീരത്തിന്റെ അവയവങ്ങളുടെ രൂപം എങ്ങനെയാണ്, ഇതിനൊക്കെ വർണ്ണിക്കുക. ഇതൊക്കെ അടങ്ങിയ ഗസലാണ് ഗസലുൽ സ്വരീഹ് ഗസലുൽ ഫാഹിഷ് എന്ന് പറയാം. ഇതിന്റെ ഇങ്ങനത്തെ ഇത്തരത്തിൽ കവിത എഴുതുന്ന ആളാണ് ഉമർ ബിൻ അബി റബിയ പോലത്തെ ആളുകൾക്ക്. അതുപോലെ തന്നെ അഹ്വസ് എന്ന് പറയുന്ന അക്കാലത്ത് ജീവിച്ച വലിയ ഷായറാണ് അഹ്വസ്. അവരൊക്കെ ഈ ഗസൽ സ്വരീഹിന്റെ ആളുകളല്ല, ഗസലുൽ ഫാഹിഷിന്റെ ആളുകളാണ്. അപ്പൊ നമുക്ക് ഗസൽ സ്വരീഹും ഗസൽ ഫാഹിഷും തന്നെ നമുക്ക് ജസ്റ്റ് നമുക്ക് ആ ഒരു നമ്മുടെ നേരത്തെ പറഞ്ഞ ഓപ്ഷനുകൾ തന്നെ നോക്കാം. ഉമർ ബിൻ അബി റബിയ ഗസലുൽ ഷുറ ഗസൽ ഉദ്രിയാണെന്ന് പറഞ്ഞു ഒരിക്കലും ശരിയല്ല. കാരണം മുപ്പര് ഗസലുൽ സ്വരീഹിന്റെ ഗസലുൽ ഫാഹിഷിന്റെ ആളാണ്. ജബീൽ ബിൻ ഉമറും ഉർവത്ത് ബിൻ ഉദൈനൊക്കെ ഷുറ ഗസലുൽ ഫാഹിഷാണെന്നാണ്. അതും തെറ്റാണ്. കാരണം ജബീൽ ബിൻ ഉമറിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഹബീബത്താക്കുന്ന ബുസൈനെ കുറിച്ച് മാത്രം അദ്ദേഹം കവിത പാടിയിട്ടുള്ളൂ. ഓക്കെ, ഒരൊറ്റ സ്ത്രീയെ കുറിച്ച് മാത്രം കവിത പാടിയിട്ടുള്ളൂ. അതന്നെ അവളുടെ ശരീരപ്രകൃതി ഒന്നും വിശേഷിപ്പിച്ചിട്ടില്ല. അപ്പൊ അത് ഗസലുൽ ഉദ്രിയാണ്, അതെന്ത് ഗസലുൽ ഫാഹിഷ് അല്ല. ഉമർ ബിൻ അബി റബിയാനല്ല ഒരുപാട് സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു ചെയ്തിട്ടുണ്ട്, അവളുടെ ശരീരപ്രകൃതിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് ഗസലുൽ ഫാഹിഷാണ്, ഗസലുൽ ഉദ്രിയല്ല. പിന്നെ ഖൈസുൽ ആമിനി കസീറുസ്സാമിന് ഷുറ ഇൽ ഫഖർ, അതിനിപ്പോ നമുക്ക് അറിയില്ലെങ്കിലും കുഴപ്പമില്ല, അടുത്ത ഓപ്ഷൻ നോക്കാം. ജമീൽ ബിൻ അമറും കസീറുസ്സാമിന് ഷുറ ഗസലുൽ ഉദ്രി എന്ന് പറയുന്ന ഭാഗത്ത് കിട്ടാണ്. ഓക്കെ, അപ്പൊ അതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മള് ഇപ്പൊ ഖൈസുൽ ആമിനി കസീറുസ്സാമിനെ നമുക്ക് സിലബസിൽ പഠിക്കാനൊന്നുമില്ല, പക്ഷെ നമുക്ക് അത് അറിഞ്ഞില്ല വെച്ചാൽ കുഴപ്പമില്ല. കാരണം വേറെ ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ കിട്ടണ്ടേ. ഓക്കെ, അപ്പൊ സിലബസിന്റെ പുറത്തുള്ള ആളുകളെയും ചോദിക്കാം, പക്ഷെ നമ്മൾ അവരെ കുറിച്ച് അറിവില്ലെങ്കിലും ബാക്കിയുള്ള ഓപ്ഷനുകളെ കുറിച്ച് ഐഡിയ ഉണ്ടായാൽ പിന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ആയിരിക്കും. അപ്പൊ ഇതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷനുകളിൽ ഒരുപാട് ക്വസ്റ്റ്യനുകളുടെ ഓപ്ഷൻ ആയിട്ട് നമുക്ക് സിലബസ് ഇല്ലാത്ത ആളുകൾ വരും. നമുക്ക് കറക്റ്റ് ആൻസർ ചെയ്യുന്ന ആളാണ്, സിലബസ് ഉള്ള ആളാണെന്ന് മനസ്സിലാക്കിയാൽ സിലബസ് ഇല്ലാത്ത ആളുകളെ കുറിച്ച് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടോ? ഒരു ബലാഗ യൂണിറ്റ് 5 നിന്നുള്ള ബലാഗയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ഖൈറുൽ മാലി ഐനുൻ സാഹിറത്തുൽ ഐനി നാഇമ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിന് ജുംലത്ത് സാബിഖത്തു, ഈ ഒരു ജുംല ഖൈറുൽ മാലി ഐനുൻ സാഹിറത്തുൽ ഐനി നാഇമ എന്നുള്ള ജുംല എന്തിനു ഉദാഹരണം? തിബാഖ് ഇജാബാണോ, തിബാഖ് സൽബാണോ, ഇസ്തിആറത്ത് മക്നിയാണോ, ഇസ്തിആറത്ത് തസ്രീഹിയാണോ? അപ്പൊ ഇത് ഓരോ ഇതിലെല്ലാം നമുക്ക് സിലബസിലെ പ്രത്യേക മനുഷ്യൻ ഇതാണ്. തിബാഖ്, ജിനാസ, ഇസ്തിആറത്ത്, തസ്രീഹ്, ഓക്കെ, അതുപോലെ സജിയ, ഈ സംഭവങ്ങളൊക്കെ സിലബസിൽ നമുക്ക് പഠിക്കാണ്ട് പ്രത്യേകം ലിസ്റ്റ് ഔട്ട് ചെയ്ത സംഭവങ്ങൾ. അപ്പൊ അത് നിർബന്ധമായിട്ട് പഠിക്കണം എന്ന് മനസ്സിലാണല്ലേ. ഇനി തിബാഖ് പറഞ്ഞാൽ തന്നെ എന്താണ് തിബാഖ്? രണ്ട് ടൈപ്പ്, തിബാഖ് ഈജാബുണ്ട്, തിബാഖ് സൽബുണ്ട്. ഇസ്തിആറത്ത് അതുപോലെ തന്നെ ഇസ്തിആറത്ത് മക്നിയുണ്ട്, ഇസ്തിആറത്ത് തസ്രീഹ്. അപ്പൊ ഇത് എന്താണെന്ന് പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ മനസ്സിലാകുന്നത്. ഓക്കെ, എല്ലാരും കറക്റ്റ് ഏനാണ് ഉത്തരവായിട്ടുള്ളത്. നമുക്ക് നോക്കട്ടോ, തിബാഖ് ഈജാബാണോ, തിബാഖ് സൽബ്? തിബാഖ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഒരു കാര്യം അതുപോലെ തന്നെ ഒരു തർത്തീബായിട്ടൊരു കാര്യം പറയാം, അതേ തർത്തീബിൽ അതിന്റെ ഓപ്പോസിറ്റ് പറയുന്നതിനാണ് തിബാഖ് എന്ന് പറയാം. ഓക്കെ, ഈ ഇതന്നെ തിബാഖ് ഈജാബുണ്ട്, തിബാഖ് സൽബുണ്ട്. തിബാഖ് ഈജാബ്, അതെ, എല്ലാരും പോലെ തിബാഖ് ഈജാബാണ് കറക്റ്റ് ആൻസർ. എന്താണ് കാരണം? തിബാഖ് എന്ന് പറഞ്ഞാല് തിബാഖിന്റെ വേറെ പേരാണ് മുത്താബഖാത്തുള്ളത്. അത് തിബാഖ് മുത്താബഖ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൂടെ അതിന്റെ രണ്ടെണ്ണാണെങ്കിലും ഇനി മൂന്നെണ്ണായാലും കുഴപ്പമില്ല. എന്നിട്ട് ആ മൂന്നെണ്ണത്തിന് ശേഷം ആ മൂന്നെണ്ണത്തിന് ഓപ്പോസിറ്റ് അതേപോലെ പറയാം. ഇതിന് അതിനാണ് എന്താ പറയാ, ഏരിയ അക്സറ എന്നുണ്ടാവും കേട്ടോ. ഒരു കുറച്ച് കാര്യങ്ങൾ രണ്ടോ അതിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം, എന്നിട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ പറയാം. തിബാഖ് ഈജാബ് തിബാഖ് ഈജാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഓപ്പോസിറ്റുകളും സ്വരീഹാക്കി പറഞ്ഞിട്ടുണ്ട്. അതായത് അയാളുടെ നെഫിയാക്കി പറഞ്ഞില്ല. ഒരു ഉദാഹരണം പറയാം, ലൊറബ എന്ന് പറഞ്ഞു, മാ ലൊറബ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു സാധനം അതിന്റെ ഓപ്പോസിറ്റ് മാ ലൊറബ നെഫിയാക്കി പറഞ്ഞതാണ്. ഇപ്പൊ നെഫി ആക്കാതെ തന്നെ നെഫിന്റെ അർത്ഥം കിട്ടും. അപ്പൊ നമുക്ക് ഉദാഹരണം പറയുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. അതാ ഒരു ഉദാഹരണം, ഉലായിക്കൽ ഇബത്തിനുല്ലാഹു സയ്യിഅത്തിഹിം ഹസനാത്ത്. അള്ളാഹു താല അവരുടെ ദോഷങ്ങളെ സൽക്കർമ്മങ്ങളാക്കി പകരമാക്കും.
അപ്പൊ ഉണ്ടോ സയ്യാത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഹസനാത്ത് എന്നുള്ളത്. ഇവിടെ എന്ത് ചെയ്തു സയ്യാത്തിന്റെ അതായത് നെഫിന് ഉപയോഗിക്കാത്തതിന് ഓപ്പോസിറ്റ് ഉപയോഗിച്ചു. സയ്യാത്ത് ലാ സയ്യാത്താണ് നെഫി എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് എന്റെ നെഫി ഉപയോഗിക്കാത്തതിന് ഓപ്പോസിറ്റ് ഉപയോഗിച്ചു. അതിനാണ് എന്താ പറയാ തിബാഖ് ഈജാബ്. തിബാഖ് സെൽബ് പറഞ്ഞാൽ ഒരു സാധനം പറയാം നേരെ നെഫി പറയാം. ഉദാഹരണത്തിന് നോക്കാം. ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അപ്പൊ യഅലമൂന പറഞ്ഞു, ലാ യഅലമൂനയും പറഞ്ഞു. യഅലമൂന ലാ യഅലമൂന. അപ്പൊ അത് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ യാലമുനന്റെ നെഫ്യൂ ഉപയോഗിച്ചിട്ടാണ് അതിനെ ഓപ്പോസിറ്റ് ആക്കിയത്. ലായാലമുന നേരത്തെ സയ്യാത്തിന് ഓപ്പോസിറ്റ് ആക്കിയത് നെഫ്യൂ ഉപയോഗിച്ചിട്ടില്ല, വേറെ വാക്ക് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഈ ഉദാഹരണം തന്നെ നോക്കാം. ഖൈറുൽ അയിനും സാഹിറാണ് ഉറക്കൊഴിക്കുന്ന കണ്ണുകൾ, അയിനും നായിമനോ ഉറങ്ങുന്ന കണ്ണുകൾ. അപ്പൊ ഇവിടെ നെഫ്യൂ ഉപയോഗിക്കാത്ത, നെഫ്യന്റെ ഹർഫ് ഇവിടെ അല്ലല്ലോ, നെഫ്യന്റെ ഹർഫ് ഉപയോഗിക്കാത്ത തന്നെ ഒരു സാധനം അതിന്റെ ഓപ്പോസിറ്റ് ഒരുമിച്ച് കിട്ടി. അതിനാണ് തിബാഖ് ഹിജാബ് എന്ന് പറയുന്നത്. നെഫ്യൂ ഉപയോഗിച്ചാൽ തിബാഖ് സൽബാവും. അടുത്തായിട്ട് വഖദ് അഹ്സന ഫിൽ ഇഖ്തിയാരി ജിദ്ദൽ ഇഹ്സാൻ തഖിൽ ഇന്നഹു ഫി ഇഖ്തിയാരിഹി അബ്ലഗു മിൻഹു ഫി ശഅരിഹി. ഇതായത് ഒരു ഷായറിനെ പറ്റി ഒരു ഓപ്ഷൻ കണ്ടാൽ മനസ്സിലാകും, ഒരു മൂവി അല്ലെങ്കിൽ ഒരു അബ്ബാസി കാലത്തുള്ള ഷായറാണ് നമുക്ക് മനസ്സിലായി. അബ്ബാസി കാലത്ത് ഒരു ഷായറിനെ പറ്റി പറയുന്ന വാക്കാണ്. അദ്ദേഹം ഇഖ്തിയാറിൽ സെലക്ട് ചെയ്യുക, നല്ലത് ഏതാണ് മോശമായ കവിത ഏതാണ് സെലക്ട് ചെയ്യുന്നതിൽ നല്ല അടിപൊളിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഷീറിനെ, അദ്ദേഹം സ്വന്തം കവിത എഴുതുന്നേക്കാണ് അദ്ദേഹത്തിന്റെ കഴിവ്. അബ്ലഗ് അദ്ദേഹത്തിന് ഉഷാറയിലാണ്. നല്ല കവിതകൾ, ചീത്ത കവിതകൾ അതെല്ലാം തിരഞ്ഞെടുക്കുന്നതിലാണ്. അങ്ങനെ ആരെ പറ്റി പറയപ്പെട്ടത്? ഏതോ ഒരു ഷായറിനെ പറ്റി വിശേഷം പറഞ്ഞിട്ടുണ്ട്. ബേബസിന്റെ ഉമ്മഹാദ്രൂത്തുബ നല്ലോണം നോക്കുന്നുണ്ട്. ഇപ്പൊ ഹസനിയാത്തിലെ ഒരു ഷായറിനെ പറ്റി പറഞ്ഞ അതേ വാക്ക് നേരെ എടുത്ത് ക്വസ്റ്റ്യൻ ആക്കിയത്. അപ്പൊ നമ്മള് ഉമ്മഹാദ്രൂത്തുബ ഒന്ന് വായിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് ഡിഫിക്കൽട്ട്. കാരണം നമ്മള് ബാക്കിയുള്ള ഓരോരുത്തർ ഉണ്ടാക്കിയ മെറ്റീരിയലുകൾ എന്നാല് കുറഞ്ഞ കുറഞ്ഞ പോയിന്റുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഇത്തരത്തിലുള്ള ഡീറ്റെയിൽ ആയ ഓരോ വസ്തുക്കളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മള് നോട്ടുകളുടെ പുറമെ നമ്മള് കിതാബുകൾ കൂടെ നോക്കണമെന്ന് മനസ്സിലാകുന്നുണ്ട്. ആരെങ്കിലും ആൻസർ അറിയോ? അബു തമ്മാമ ബുഹ്തരി അബുൽ അലാഉൽ മാരി ഇബ്നു മൻസിർ. കുറെ ആളുകൾ PYQ സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത ആളുകളായിരിക്കും എന്ന് വിചാരിക്കട്ടെ. എക്സാമിന് ആകെ 2 മാസത്തെ താഴെ ദിവസം മാത്രമേ ഉള്ളൂ. ഇപ്പോ PYQ ഒക്കെ അനലൈസ് ചെയ്യാനുള്ള സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഏകദേശം ആൾക്കാരൊക്കെ നോക്കിയിട്ടാന്ന് വിചാരിക്കും. എന്തായാലും ആൻസർ അറിയോ? എന്താണ്, ആരാണ്? ഓക്കെ, 2 ബുഹ്തരി എന്നുള്ള അഭിപ്രായം ഉണ്ട്. ഓക്കെ, ഇനി അബു തമ്മാമാണോ അബുൽ അലാൽ മാരി ആണോ ഇബ്നു മൻസിർ? ഓക്കെ, എന്തായാലും ഞാൻ ആൻസർ കാണിക്കാം. ഓക്കെ, അബൂത്തമ്മാമാണ് കറക്റ്റ് ആൻസർ. അബൂത്തമ്മാമിന്റെ ദീവാനുൽ ഹുമാസൊക്കെ അല്ലേ? ദീവാനുൽ ഹുമാസൽ എന്താണ്? ജാഹിലിയ കാലത്തെ പഴയ കവിതകളിൽ നിന്നുള്ള എല്ലാ കവിതയും എടുത്തിട്ട് അതിൽ നിന്ന് നല്ലത് മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് മുമ്പ് ഉണ്ടാക്കിയ കിതാബാണ് ദീവാനുൽ ഹുമാസ. അപ്പൊ ആ കിതാബിനെ പറ്റി പറഞ്ഞതാണ് ഇദ്ദേഹം ഇഖ്തിയാറിന്റെ വിഷയത്തിൽ സെലക്ട് ചെയ്ത് നല്ലത് ഏതാണ് ചീത്ത ഏതാണ് സെലക്ട് ചെയ്യുന്ന വിഷയത്തിൽ മുപ്പര് അടിപൊളിയായിരുന്നു എന്ന് വിഷയത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. ഓക്കെ അല്ലേ? കിതാബുൽ ഹുമാസ മുൻതഖബാത്തുൽ ജമാഅ അബൂത്തമ്മാം, അതായത് ഹിജ്റ 221 മരണപ്പെട്ട അബൂത്തമ്മാം ജമഅ ചെയ്ത സെലക്ട് ചെയ്യപ്പെട്ട കവിതകളാണ്. ഫസമഹ 10 ഖിസ്മുകളുണ്ട് കിതാബുൽ ഹുമാസയില്. ജാലകുല്ല ഖിസ്മിൻഹ ബാബൻ, ഓരോ ഖിസ്മുകൾ ഓരോ ബാബാക്ക്. അപ്പൊ 10 ഖിസ്മുണ്ട്, 10 ബാബുണ്ട്. അബൂത്തമ്മാം ഹാദിൽ മുഖ്താറാത്ത് മിൻ കുതുബിൻ കാനത്ത് മുതവ്വന, അക്കാലത്ത് ക്രോഡീകരിക്കപ്പെട്ട കിതാബുകൾ ഇഖ്തിയാർ ചെയ്താണ്. അപ്പൊ ഇവർ സെലക്ട് ചെയ്ത് നല്ലൊരു കിതാബുൽ ഹുമാസ ഉണ്ടാക്കിയപ്പോ വായിച്ചപ്പോ കുറച്ച് പറഞ്ഞ വാക്കാണ്. ഇഖ്തിയാർ വിഷയത്തിൽ നമുക്ക് ഉഷാറായിട്ടുണ്ട്, നല്ലത് മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ട്. ഓക്കെ അല്ലേ? പിന്നെ അടുത്തത് ഒരു കവിത കേട്ടോ. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂണിറ്റ് 5 നിന്ന് ബലാഗുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അല അയ്യുഹല്ലൈലു ത്വബീലു അലഞ്ചലി ബിസുബ്ഹിൻ വമൽ ഇസ്ബാഹു മിൻക ബിഅംസലി. ഈ ഒരു ബൈത്തിൽ എന്താണുള്ളത്? തമന്നിയാണോ, മുസ്ഹബൽ ഇർഷാദാണോ, ദുആ ആണോ, തഹ്ദീദാണോ? തഹ്ദീദാണ് എന്താ? ഭീഷണിപ്പെടുത്തല്ലേ? ഈ ബൈത്തിന്റെ അർത്ഥം കിട്ടിയാലേ എന്താണ് മനസ്സിലാവുള്ളൂ അല്ലെ? ബൈത്തിന്റെ അർത്ഥം ഒന്നും എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവില്ല. നമ്മൾ അർത്ഥം നോക്കണം. ഓക്കെ, കുറെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്, നോക്കാം. നോക്കില്ലേ, എന്താണ്? തമന്നയാണോ, ദുആ ആണോ, തഹ്ദീദാണോ, ഞാൻ ജസ്റ്റ് ഇനി ഞാൻ കവിതന്റെ അർത്ഥം നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ഒരു കവി എന്താണ് ഇമ്രുൽ ഖൈസിന്റെ വൈത്ത് എന്നുള്ളതായിട്ട് കവിത എന്നുള്ളത്. ഏത് ആരെ കവിത നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അർത്ഥം എന്താണ് നോക്കിയാൽ മതി. രാത്രിയോട് പറയണെന്തേ? രാത്രി നീ നീ
എന്താകരുത്, പ്രഭാതമാക്കരുത്. അത് രാത്രി വെളിവാകരുത്. രാത്രി വെളിവാകരുത് മീൻസ് രാവിലെ ആകരുത്. നമ്മൾ ഇസ്ബാഹ് മിൻകം, നീ പ്രഭാതമാകുക എന്നുള്ളത് നല്ല കാര്യമല്ല. നീ രാവിലെ ആകണ്ട, രാത്രി തന്നെ ഇങ്ങനെ തുടർന്ന് നീണ്ടുപോയിക്കോ, രാത്രി നീണ്ടുപോയിക്കോ എന്ന് രാത്രിയോട് പറയാം. അപ്പൊ ഇതെന്താണ്, ഒരിക്കൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുകയാണല്ലേ. രാത്രി ഇങ്ങനെ കാലകാലം നീണ്ടുപോകാനുണ്ടാവോ? അല്ല, രാത്രി കുറച്ച് കഴിഞ്ഞാൽ പ്രഭാതമാകും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ രാത്രി ആകും, പിന്നെ രാവിലെ ആകും, അങ്ങനെയുള്ള സംഭവം ഉണ്ടാവും. അപ്പൊ ഇത് നടക്കാൻ പോകാത്ത ഒരു കാര്യം ആഗ്രഹിക്കണം. അപ്പൊ എന്തായിരിക്കും? തീർച്ചയായിട്ടും തമന്നി. ഓക്കെ, അപ്പൊ എന്താണ് തമന്നി എന്ന് പറഞ്ഞാല്, അപ്പൊ നമ്മളെ ഖബറിലെ ഇതിപ്പോ ഒരു ഖബറാണല്ലോ. രാത്രിനോട് പറയണം എന്തായത്, എന്തായാലും പ്രഭാതാകല്ലേ എന്നൊക്കെ പറയാനല്ലോ. അപ്പൊ ഈ ഖബർ എന്നുള്ളത്, ഇത് നമ്മള് ആ ഒരു ഭാഗത്ത് വന്നല്ലോ, ഖബറിയായ ജുംല, അത് മെയിനായിട്ട് രണ്ട് ലക്ഷ്യങ്ങൾക്ക് അവര്, ഒന്നുകിൽ ഇഫാദ, ഇത് ഫായിദത്തുൽ ഖബർ എന്ന് പറയും, അല്ലെങ്കിൽ ലാസിമുൽ ഫായിദത്തുൽ ഖബർ. ചുരുക്കി പറഞ്ഞാൽ ഫായിദത്തുൽ ഖബർ പറഞ്ഞാല് നമ്മളൊരു കാര്യം കേൾക്കുന്ന ആളോട്, മുഖാത്തബിനോട്, നമ്മളെ മുന്നിലുള്ള ആളോട് ഒരു കാര്യം അറിയിക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലാസിമ ഫായിദത്തുൽ ഖബർ പറഞ്ഞാല് ആ കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം, ഓക്കെ, പക്ഷെ ആ കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന് നിന്നെ അറിയിക്കുക. ലാസിമുൽ ഫായിദ എന്ന് പറയും, ലാസിമുൽ ഫാത്തുൽ ഫായിദ എന്ന് പറയും. ഇതല്ലാതെ തന്നെ ഈ രണ്ട് ലക്ഷം ഇല്ലാതെ തന്നെ എന്താ കൊണ്ട് അതിനാണ് നോക്കി കേട്ടോ. കാരണം ഖബരിയ ചിന്ത കൊണ്ടുവന്നിട്ട് എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്? ഇൽഹാർ ഓഫ് എനിക്ക് കഴിയൂല, ആ ഒരു അർത്ഥത്തിലുള്ള വാക്കാണ്. എനിക്ക് എന്റെ ഒരു ബലഹീനത പ്രകടിപ്പിക്കുകയാണല്ലോ. അപ്പൊ നമ്മള് അർത്ഥം വച്ചൊരു സാഹചര്യത്തിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഖദറിന്റെ എന്ത് ലക്ഷ്യത്തിനാണ് ഈ കലാം കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നമ്മള് എക്സ്പ്ലനേഷൻ ഒന്നുകൂടെ കുറക്കണം എന്ന് വിചാരിക്കണം. ഏകദേശം ഒരു 7:35 മുപ്പത് മിനിറ്റിലേറെ 30 മിനിറ്റോളം ആയിട്ടുണ്ട്. കുറഞ്ഞ ക്വസ്റ്റ്യൻ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ പേപ്പർ 1 മാത്രം കണ്ടു പരിചയമുള്ള ക്വസ്റ്റ്യനുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ അല്ലേ, അത് നമ്മൾ പേപ്പർ 2 അറബിയിലേക്കും കൂടെ വന്നിട്ടുണ്ടെന്ന് അതിന് മനസ്സിലാക്കട്ടോ. രണ്ട് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി, രണ്ട് സ്റ്റേറ്റ്മെന്റും അറിയണം, രണ്ടും ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അറിയണം. പക്ഷെ ഇത് സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. കാൻ ഇബ്നു ഖുതൈബ അദീബൻ വഫഖീഹൻ വമുഹദ്ദിസൻ ജമീഉ മുഅല്ലഫാതിഹി മിൻ ഇൽമിൽ ഹദീസ്. സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അല്ല ഒന്ന് മാത്രമാണോ ശരി എന്നുള്ള ഓപ്ഷൻ ഞാൻ കാണിക്കാം. ഓപ്ഷനും ക്വസ്റ്റ്യനും ഒരു സ്ലൈഡിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തൊരു പ്രയാസമാണ്. എന്തായാലും നമുക്ക് നോക്കാം ആൻസർ എന്താണെന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ്. എന്താണ് സ്റ്റേറ്റ്മെന്റ് 1? എന്താണ് ശരിയായ അതെന്താണ്? ഇബ്നു ഖുതൈബ ഉള്ള സാഹിത്യകാരനാണ്, നമുക്കറിയാം. ഫഖീഹ്, മുഹദ്ദിസ്, നമുക്ക് നല്ല ഇൽമുൽ ഫിഖഹിലും ഹദീസിലൊക്കെ നല്ല അറിവുള്ള ആളായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന് അങ്ങനത്തെ ആ വിഷയത്തിലൊക്കെ കിതാബുകളുണ്ട്. അദ്ദേഹത്തിന്റെ കിതാബുകളൊക്കെ പരിശോധിച്ച് മനസ്സിലാവും. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 2, അദ്ദേഹത്തിന്റെ മുഴുവൻ കിതാബുകളും ഇൽമുൽ ഹദീസ് ആണെന്നുള്ളത് തെറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം മുമ്പൊക്കെ അദബിലും നഖദിലൊക്കെ ഒരുപാട് കിതാബുകൾ ഉണ്ടല്ലോ. അപ്പൊ മുഴുവൻ കിതാബുകൾ ഇൽമുൽ ഹദീസിലാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റാണ്. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് അതിന് ഡൗട്ട് ഉണ്ടാവും, നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ വെറും സാഹിത്യകാരൻ മാത്രമല്ല, ഈ ഫഖീഹും മുഹദ്ദിസും ഒക്കെ ആയിരുന്നു. ചെറിയൊരു നോട്ട്, അബു മുഹമ്മദ് നമ്മൾ എട്ടാമത്തെ യൂണിറ്റ് കുറെ ക്വസ്റ്റനുകൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എട്ടാമത്തെ യൂണിറ്റ് നമ്മൾ പൊതുവെ നമ്മള് നെഗ്ലക്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ്. പക്ഷെ എട്ടാമത്തെ യൂണിറ്റിന് 7-8 ക്വസ്റ്റൻ ചോദിച്ചു. സാധാരണ 1-2 ക്വസ്റ്റൻ ഒക്കെ ചോദിച്ച് ഒഴിവാക്കുന്ന ഒരു യൂണിറ്റ് ആണ് എട്ടാമത്തെ യൂണിറ്റ്. പക്ഷെ പ്രാവശ്യം ഈ ഒരു എക്സാമിന് അടുത്ത ജൂൺ സൈക്കിൾ ഒരുപാട് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനൊക്കെ മനസ്സിലാണ് ഒരു യൂണിറ്റ് ഒരു ഏരിയ നമുക്ക് എന്താ പറയാ ഒഴിവാക്കാൻ, സ്കിപ്പ് ചെയ്യാനില്ല. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ, വിസ്ബത്തുൽ ഉന്തുലസയിൽ അംഗമല്ലാത്ത ആരാണെന്ന് ചോദിക്കാം. അപ്പൊ ഇതിൽ ഏകദേശം 3 ആളുകൾ വിസ്ബത്തുൽ ഉന്തുലസയിൽ പെട്ട ആളാണെന്ന് മനസ്സിലായി, ഒരാള് അതിൽ പെട്ട ആളല്ല. സിലബസിൽ പറഞ്ഞ യൂസുഫ് ഖാനിമിനെ നമ്മള് ഷഫീഖ് മാലൂഫിനെ കുറിച്ച് ഡീറ്റെയിൽ പഠിച്ചിട്ടില്ല, കുഴപ്പമില്ല. പക്ഷെ റഷീദ് അയ്യൂബിനെ കുറിച്ചും റഷീദ് സലീമിനെ കുറിച്ചും നമുക്കറിയാലോ. ഇതാണ് ആൻസർ. എല്ലാവരും എന്താ പറയുന്നത് 4 അല്ലെ? വേറെ അഭിപ്രായങ്ങളുണ്ടോ? ഓപ്ഷൻ 4 തന്നെ കറക്റ്റ് ആൻസർ. ഓക്കെ, വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റഷീദ് അയ്യൂബ്. കാരണം റഷീദ് അയ്യൂബ് മൂപ്പര് നോർത്ത് അമേരിക്കയിലേക്കാണ്, അമേരിക്ക ഷിമാലിയാണ് മൂപ്പര വർക്കുകളൊക്കെ നോർത്ത് അമേരിക്കയിലെ. ഈ ഉസ്ബത്തുൽ ഉന്ദുലസി എന്നുള്ളത് ബ്രസീൽ, അതായത് തെക്കേ അമേരിക്ക, സൗത്ത് അമേരിക്കയിലുണ്ടാക്കിയ സംഘടന ഉസ്ബത്തുൽ ഉന്ദുലസി. അപ്പൊ റഷീദ് അയ്യൂബ് സൗത്ത് അമേരിക്കയിലേക്ക് പോയിട്ടില്ല, അപ്പൊ നോർത്ത് അമേരിക്കയിൽ മാത്രം ഉണ്ടായാൽ നമുക്കറിയാം. അപ്പൊ സിമ്പിൾ ആയിട്ട് ആൻസർ സെലക്ട് ചെയ്യാൻ പറ്റും റഷീദ് അയ്യൂബ്. യൂസുഫ് ഖാനിമിനെ അറിയില്ല എന്നുള്ള പ്രശ്നമല്ല, ഷഫീഖ് മാലൂഫിനെ അറിയില്ല എന്നുള്ള പ്രശ്നം. കാരണം റഷീദ് അയ്യൂബിനെ കുറിച്ച് നമുക്ക് അറിയാലോ. അപ്പൊ അതുകൊണ്ട്
കറക്റ്റ്, സിമ്പിൾ ആൻസർ. അപ്പൊ റഷീദ് അസ്ബത്തുൽ അന്തലുസയിൽ പെട്ട ആളുകൾക്ക് നിങ്ങൾക്ക് ഇൻഷാല്ലാ ഇതിന്റെ റെക്കോർഡ് അവൈലബിൾ ആക്കും, യൂട്യൂബിൽ അവൈലബിൾ ആക്കും. ഞാനിപ്പോ അങ്ങനെ വായിച്ചു പോയ സമയം പരമാവധി ലാഭിക്കാണ്ടിട്ട്. അപ്പൊ നിങ്ങൾ യൂട്യൂബിൽ ഇതിന്റെ റെക്കോർഡ് അവൈലബിൾ ആകും, ജസ്റ്റ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ഒക്കെ എടുക്കട്ടെ. അല്ലെങ്കിൽ അറിയാം അസ്ബത്തുൽ അന്തലുസയിലെ ആളുകൾ ആരാണ്, അതിന്റെ ലിസ്റ്റ് കുറെ ആളുകളുടെ ഒരു സംഘടനയാണ് അസ്ബത്തുൽ അന്തലുസയിൽ. അവസാനം റഷീദ് അയ്യൂബ് ഷിമാൽ, ഇവര് ഷിമാലിലേക്ക്, നോർത്ത് അമേരിക്കയിലേക്ക് ഹിജറ പോയ സാഹിത്യകാലപ്പെട്ടാണ് റഷീദ് അയ്യൂബ്. അപ്പൊ ഇവർ അസ്ബത്തുൽ അന്തലുസയിൽ ഉണ്ടാവാൻ ഒരു ചാൻസ് ഇല്ല. അടുത്തായിട്ട് രണ്ട് ബൈറ്റുകള്. هل نافع أن ترفع الحجب بيننا ودون الذي أملت منك حجاب وفي النفس حاجات وفيك فطانة سكوت بيان عندها وخطاب. ഈ ബൈത്ത് ആര് പാടിയ ബൈത്താണെന്ന്? അബു നവാസുണ്ട്, അബു തമാമുണ്ട്, ബുഹ്തരിണ്ട്, മുത്തനബിണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫിക്കൽട്ടായ ഒരു സംഭവമാണ് ബൈത്ത് എന്നുള്ളത്. കാരണം എത്ര സാഹിത്യകാരനെ കുറിച്ച് പഠിക്കാൻ, ഇത്ര ശായര്യങ്ങളെ കുറിച്ച് പഠിക്കാണ്ട് അവർക്ക് തന്നെ ആയിരക്കണക്കിന് ബഷാറിനെ കുറിച്ച് 14,000-കണക്കിന് ബൈത്തുകൾ ഉണ്ട്. അബൂ തമ്മാം ഏകദേശം അതേപോലെ തന്നെ അത്രയും ആയിരക്കണക്കിന് 14,000-കണക്കിന് കവിതയുള്ള ശായരങ്ങളുണ്ട്. നമുക്ക് ഇതിലൊന്ന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാനില്ല. കാരണം ആശയം മനസ്സിലാക്കിയിട്ട് ഷായറാണെന്ന് മനസ്സിലാക്കുന്നത് അതുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഓപ്ഷൻ നോക്കാം, മുത്തനബി. പിന്നെ മുത്തനബിന്റെ കവിത കണ്ടെടുക്കാനുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞാല് കുറച്ചൊരു ഹിക്കമത്തുകളൊക്കെ ഒരു കവിതയിലുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു ഹിക്കമത്ത്, എന്തെങ്കിലുമൊക്കെ ഒരു ട്രിക്കുകള്. ട്രിക്ക് എന്നല്ല, അതിലെ അർത്ഥം വായിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഹിക്കമത്ത്, അത് നല്ലൊരു സംഭവമാണല്ലോ. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ജസ്റ്റ് കണക്കാക്കിയിട്ട് വേണമെങ്കിൽ മുത്തനബിനെ സെർച്ച് ചെയ്യാം. പക്ഷെ അങ്ങനെ നല്ല അബുത്തമാമിന്റെ ഒരുപാട് ഹിക്മത്തുകൾ ഉണ്ടാവും, വനവാസിനിലൊക്കെ ഹിക്മത്തുകൾ ഉണ്ടാവും. എന്താണ് മുത്തനബിനെ കുറിച്ചുള്ള ചെറിയൊരു ചോദ്യം. അടുത്തായിട്ട് ലാ തൂജത്തുൽ മുഹസ്സനാത്തുൽ ലഫ്ലിയ്യത്തുൽ മഅനവിയ്യ. ഈ മുഹസ്സനാത്തുൽ ലഫ്ലി മഅനവിയ്യക്ക് ഏതിലുണ്ടാവുക? ഇൽമുൽ ബയാനിലാണോ? ഇല്ലാ ഫി എന്ന് വെച്ചില്ല, ഇതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതിൽ മാത്രം? ഇൽമുൽ ബയാനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൽ ഇൽമുൽ മആനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇൽമുൽ ബദിയയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൽ ഇൽമുൽ ബയാനിലും ഇൽമുൽ മആനിൽ രണ്ടിലും ഉണ്ടാവുമെന്ന് ചോദിക്കുന്നത്. സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. മുഹസ്സനാത്തുൽ ലഫ്ലിയും മാനവിയും ഏത് ഇൽമുമായി ബന്ധപ്പെട്ടതാണ്? ഓക്കെ, ആൻസറുകൾ വരട്ടെ. 4 ഉണ്ട്, 3 ഉണ്ട്. അഭിപ്രായം. ഓക്കെ, കറക്റ്റ് ആൻസർ 3 ആണ്. ഇൽമുൽ ബദീ അല്ലെ? ഇൽമുൽ ബദീ എന്ന് പറഞ്ഞാൽ എന്താ? അലങ്കാര ശാസ്ത്രം. ഈ അലങ്കാരത്തിനല്ലേ മുഹസ്സനാത്ത് എന്ന് പറയാം, മുഹസ്സനാത്തുൽ ലഫ്ലിയൽ മാനവിയ. അപ്പൊ ഇൽമുൽ ബദീഇലാണ് മുഹസ്സനാത്തുൽ ലഫ്ലിയൽ മാനവിയ. ഇനി മുഹസ്സനാത്തുൽ ലഫ്ലി ഏതൊക്കെയാണ്, മാനവിയ ഏതൊക്കെയാണെന്ന് പഠിച്ചോക്കുന്നുണ്ട്. മാറാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇൽമുൽ ബദീഇന്റെ ഒരു ഇമ്പോർട്ടന്റ് പറയുന്നത് അബ്ദുല്ലാഹിബിൻ മുഅത്തസ് ആണ് ഇതിന്റെ ഇൽമുൽ ബദീഇന്റെ ഫായിദകൾക്ക് ആദ്യമായിട്ട് രൂപീകരിച്ചത്. അബ്ദുല്ലാഹിബിൻ മുഅത്തസ് ഇൽമുൽ ബദീഇന്റെ വാദിയായിട്ട് അറിയപ്പെടുന്ന അബ്ദുല്ലാഹിബിൻ മുഅത്തസ് ആണ്. ബാക്കിയുള്ളത് ഇൽമുൽ ബയാന്റെ ഇൽമുൽ മആനിക്ക് അബ്ദുൽ ഖാദിർ ജുർജാനിയാണ്. ഇൽമുൽ ബദീഇന്റെ നമ്മളെ മുഅത്തസ്. അടുത്തായിട്ട് മജല്ലത്തുൽ ഹിലാല്. മജല്ലത്തുൽ ഹിലാൽ എന്ന് പറയുന്ന ഒരു മജല്ല, നമ്മള് സാഹിത്യകാരന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിച്ചൊരു മജല്ലത്തുൽ ഹിലാല് മിസ്റിലുള്ള ഒരു മജല്ലയാണ്. മജല്ലത്തുൽ ഹിലാല് രൂപീകരിച്ച് അത് ഉണ്ടാക്കിയത് ആരാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഏത് സാഹിത്യകാരാണെന്ന്? മുഹമ്മദ് ഹുസൈൻ ഹൈക്കലാണോ, തുർജിദാനാണോ, അബ്ദുൽഹമീദ് സെഹറാണോ, ജിബ്കയിലാണ്? 4 ആളുകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പൊ ആരാണ് മജല്ലത്തുൽ ഹിലാൽ ഉണ്ടാക്കിയത്? 1890-ലാണ് സംഭവം എന്നൊക്കെ. ഓക്കെ, ഓപ്ഷൻസ് ബിയിലെ ജുർജി സൈദാനാണ്. ജുർജി സൈദാനാണ് ഈ ഒരു മജല്ലത്തുൽ ഹിലാൽ ഉണ്ടാക്കിയത് 1892 കേട്ടോ. 90 എന്ന് പറഞ്ഞു. 1892-ലാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. ജുർജി സൈദാനെ സ്ഥാപിക്കുന്നത് മിസറിലാണ് സ്ഥാപിക്കുന്നത്. മജല്ലത്തുൽ ഹിലാലിനെ കുറിച്ച് കുറെ സംഭവങ്ങളുണ്ട്. അതിന്റെ ഷിയാർ എന്തായിരുന്നു, അതുപോലെ തന്നെ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു വാക്കുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ജുർജി സൈദാന്റെ മകനെ അതിൽ സഹായിച്ചിട്ടുണ്ട്. ആ സംഭവങ്ങളൊക്കെ നോക്കാം. അതൊക്കെ ജസ്റ്റ് ഡീറ്റെയിൽസ് ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ മജല്ലത്തുൽ ഹിലാലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. എന്തായാലും ജുർജി സൈദാനെ മിസ്റിൽ വന്ന് കൈവൽ വന്നിട്ട് മുമ്പ് സ്ഥാപിച്ച ഒരു മാഗസിനാണ്, ഒരു മജല്ലയാണ് മജല്ലത്തുൽ ഹിലാൽ. അടുത്ത ഷായറും ഷാറൊക്കെ ഫി ഹർബി തബഖാത്ത് ബൈന തുർക്കിയ റൂസ്യ. അതായത് തുർക്കിയും അതുപോലെ തന്നെ റഷ്യയും തമ്മിൽ ഹർബത്ത്, ഓരോ അടുത്ത പ്രത്യേക വിഭാഗക്കാർ തമ്മിലുള്ള യുദ്ധം ഉണ്ടായിരുന്നു. ആ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു ഷായറുണ്ട്, സൈനികനായിരുന്നു. ഹാഫിദ് ഇബ്രാഹിം, മുഹമ്മദ് സാഹിബ്, ഇവരൊക്കെ സൈനികരെന്ന് നമുക്കറിയാം അല്ലെ. ജമീൽ സൽക്ക് സുഹാബി നമ്മുടെ സിലബസിലെ ആളല്ല. അഹമ്മദ് സക്കി അബുഷാദി സിലബസിലെ ഡീറ്റെയിൽ പറഞ്ഞ ആളല്ല. 8ാമത്തെ വീട്ടിൽ ചെറുതായിട്ട് മജല്ലത്ത് അബോളോ എന്നുള്ള സംഘടന ഉണ്ടാക്കി. അത്ര 30 റോളുള്ളൂ. മുഹമ്മദ് സാഹിബ് ബാറൂദിയും ഹാഫിദ് ഇബ്രാഹിമിനെ കുറിച്ച് നമുക്ക് രണ്ടുപേരും സൈനികന്മാരായിരുന്നു. മിസറിലെ സൈന്യത്തിൽ കുറച്ചാലും സേവനം ചെയ്തിട്ടുണ്ട്. അപ്പോ ഓപ്ഷൻ ഒരാൾ ഡി അഭിപ്രായപ്പെട്ടു. നോക്കാം എന്താണ് ആൻസർ എന്നുള്ളത്. അപ്പൊ തുർക്കിയും റഷ്യയും തമ്മിലുള്ള ഇവർക്കിടയിലുള്ള ഈ തൊബഖകളുടെ യുദ്ധം, ഇവർക്കുള്ള പ്രത്യേക ചില വിഭാഗക്കാർ തമ്മിലുള്ള യുദ്ധത്തിൽ പങ്കെടുത്ത ഷായർ ആണെന്ന് ചോദിക്കട്ടെ.
ഓക്കെ, ഓപ്ഷൻ സി ആണ് ട്ടോ. മഹ്മൂദ് സാമി അൽ ബാറൂദിയാണ് ഈ തുർക്കിയും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? മഹ്മൂദ് സാമി അൽ ബാറൂദി, അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം, 838 ജനിച്ച്. ഓക്കെ. അടുത്ത ഷായർ അറബി ലതി ഖാന സഫീർ അലി ബിലാദിഹി ഫിൽ ബിന്ദ്. ഒരു അറബി ഷായർ, അദ്ദേഹത്തിന്റെ നാടിന്റെ അംബാസിഡർ ആയിട്ട് അദ്ദേഹം ഇന്ത്യയിൽ ജോലി ചെയ്തിട്ടുണ്ട്. 2 പ്രാവശ്യം ഇന്ത്യയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഷായർ ആരാണ്? ഒരു അറബി കവി ആരാണ്? സിമ്പിൾ അല്ല. ഓപ്ഷൻ തരാം. സിറിയക്കാരനാണ്. സിറിയക്കാരൻ ഒരു ഷായർ, അദ്ദേഹം സിറിയന്റെ അംബാസിഡർ, ഇന്ത്യയിലെ അംബാസിഡർ ആയിരുന്നു. ഓക്കെ, എല്ലാവരും ഓപ്ഷൻ സിയിലെ ഓപ്ഷൻ 3 സെലക്ട് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് ആൻസർ ഉമർ അബുദീഷ. ഓക്കെ, അദ്ദേഹം സിറിയന്റെ അംബാസിഡർ, ഇന്ത്യയിലെ അംബാസിഡർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് 2 പ്രാവശ്യം. 1954 ടു 1958, 1964 ടു 1970. ഇങ്ങോട്ടേക്ക്. അടുത്തൊരു ഖിന്ദീലു മുഹാഷിം എന്ന് പറയുന്ന ഒരു കിതാബ്. ഇത് ആരുടെ നമുക്കറിയാം? യഹ്യാഹക്കിന്റെ പ്രസിദ്ധമായ ഒരു രചനയാണ് ഖിന്ദീലു മുഹാഷികൾ. പക്ഷെ ഇത് എന്തിലാണ്? ഖിസ്സാ ഖസീറാണോ, മസ്രഹിയാണോ, റിവായയാണോ, നുഖ്തുൽ അദബിയാണോ? നമ്മൾ യഹ്യാഹക്കിനെ പഠിച്ചിട്ടുള്ളത് ഖിസ്സാ ഖസീറിന്റെ ഭാഗത്താണ്. പക്ഷെ ക്വസ്റ്റിന് വളരെ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഖിന്ദീലു മുഹാഷ് എന്നുള്ളത് എന്താണ്? സ്വാഭാവികമായിട്ട് നമ്മൾ യഹ്യാഹക്കിനാണ് അറിയുന്ന ആളുകളെ നമ്മൾ എന്തായാലും ഖിസ്സാ ഖസീർ എടുക്കും. കാരണം ഖിസ്സാ ഖസീറയിലാണ് നമ്മൾ യഹ്യാഹക്കിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത്, അല്ലേ? പക്ഷെ ഉത്തരം ഖിന്ദുൽ മഹാഷ് എന്നുള്ളത് റിവായ കേട്ടോ. ഓക്കെ, 3 എന്നുള്ളത് കറക്റ്റ് ആൻസർ റിവായയാണ്. അത് ഖിന്ദുൽ മഹാഷ് എന്നുള്ളത് അപ്പൊ ഈ ഖിസ്സാ ഖസീറിന്റെ ആളുകൾ ഇപ്പൊ നമ്മുടെ മൻഫലൂത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മഹ്മൂദ് തൈമൂറി, ഇവരൊക്കെ ഖിസ്സാ ഖസീറിലാണ് അറിയപ്പെട്ടെന്നുള്ളൂ. ഇവർക്ക് ഒരുപാട് റിവായകളുണ്ട്. യഹ്യാഹക്കി ആണെങ്കിലും യൂസുഫ് ഇദ്രീസ് ആണെങ്കിലും അതുപോലെ തന്നെ ഇഹ്സാൻ അബ്ദുൽ ഖുദ്ദൂസ് ആണെങ്കിലും ഇവർക്ക് റിവായകൾ ഒരുപാടുണ്ട്. പക്ഷെ ഇവരെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഖിസ്സാ ഖസീറാണ്. അത്രയും മനസ്സിലാക്കേണ്ടോ. അടുത്തൊരു അനാസറുൽ ബലാഗ, അതായത് സാഹിത്യത്തിന്റെ അനാസറുകൾ, എലമെന്റുകൾ, പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? 3 ലഫ്ല്, മാന, തഅലീഫ്, ഇത്ഫാദ്. അതല്ല ബയാനെ, ബദിയ, മആനി, തശ്ബീഹ് ചേർത്ത കിതാബ്, മജാസ് ചേർത്ത തംസീൽ. സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. ബിയിലെ കുറെ കാര്യം ബയാനെ, ബദിയ, മാനി. വളരെ ഇത് ശ്രദ്ധിക്കുക. നമ്മൾ ഈ ക്വസ്റ്റ്യൻ നല്ലോണം മനസ്സിലാക്കിയിട്ട്, പ്രത്യേകിച്ച് അടുത്ത് വരുന്ന എക്സാം ഒക്കെ ഇനി ബബിൾ ചെയ്യണം. ഇനി OMR ആണ്, ഒരിക്കലും എഡിറ്റ് ചെയ്യാൻ പറ്റൂല. നമ്മൾ ടിക്ക് ചെയ്ത് നമ്മള് ജസ്റ്റ് അത് ബ്ലാക്ക് ചെയ്താൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. നല്ലോണം ചിന്തിക്കണം. ഇത് എവിടെ ചോദിച്ചിട്ട് ബലാഗന്റെ ഇനങ്ങൾ, അൻവാഴുകളല്ല, അതിന്റെ ജുസ്തുകളല്ല, അതിന്റെ അനാസറുകൾ, സാഹിത്യ ബലാഗയുടെ ഘടകങ്ങളാണ്. അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ലഫ്ല്, മാന, തഅലീഫ്. ഈ 3 ഭാഗങ്ങളാണ് ബലാഗന്റെ ഘടകങ്ങൾ നടത്തുന്നത്. ഒരാള് ബി പറഞ്ഞിട്ടുണ്ട്, അത് ബയാന്, ബദി, മാനി എന്നുള്ളത് ബലാഗന്റെ ഇനങ്ങളാണ്, അൻവാഴുകളാണ്, അല്ലെങ്കിൽ അക്സാമുകളാണ്. ഓക്കെ, അവിടെ ചോദിച്ചിട്ടുള്ളത് അക്സാമ്, അൻവാഴ്, അജ്സ അല്ല, അനാസിറുകളാണ്. അപ്പൊ അനാസിർ ബലാഗ എന്നുള്ളത് ലഫ്ല്, മാന, തഅലീഫ്, അൽഫാദ്. അടുത്ത ടെസ്റ്റ് മിൻ ഷുറാ അൽ മുവശഹാത്തി വമിൻ ഉസ്റത്തിൽ ഖലീഫത്തുൽ വളരെ സിമ്പിൾ ആയ മുവശഹ എന്ന ശായരിയിൽപ്പെട്ട ആളാണ്. അതുപോലെ തന്നെ ഖലീഫ, സ്പെയിനിലെ അന്ദലൂസിലെ ഖലീഫ കുടുംബത്തിൽപ്പെട്ട ഒരു ഷായർ. ആരാണത്? നമുക്കൊരു രാജാവ്, ഒരു ഖലീഫയുടെ മകളായിട്ടുള്ള ഷായർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ, ഞാൻ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ തന്നെ പെട്ടെന്ന് പോകാം. എന്താണ് മുസ്തഖ്ഫി എന്ന് പറയുന്ന അവിടുത്തെ അന്ദലൂസിലെ ഒരു കുറിച്ച് നമുക്കറിയാം. അല്ലാതെ നമുക്ക് ഖലീഫ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ആണ് മുസ്തഖ്ഫിന്റെ യഥാർത്ഥ പേര് കേട്ടോ. മുസ്തഖ്ഫിയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരാണ്, ലഖബാണ്. യഥാർത്ഥ പേര് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ആണ്. ഈ വല്ലാദിനെ കുറിച്ച് നമുക്കറിയാം. വല്ലാദിനെ സിലബസിൽ പ്രത്യേകം പറഞ്ഞ ആളാണ്. അതുപോലെ തന്നെ ഇബ്നു സൈദൂന്റെ ഹബീബത്തായിരുന്നു. ഇവരും എന്തൊക്കെ പ്രശ്നം ഉണ്ടായി, സംഭവങ്ങളൊക്കെ ഇല്ലേ. അടുത്തായിട്ട് അനബിനു ജല എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു ബൈത്ത്. ഇതിലിപ്പോ സിലബസിൽ പറഞ്ഞ ഒരു ഖത്തീബാണ്, ഒരു പ്രാസംഗികനാണ്. അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ ഓർമ്മ അദ്ദേഹത്തിന് ഈ ബൈത്താണ്. വളരെ സിമ്പിളായി അദ്ദേഹം കൂഫയിലെ അധികാരം ഏറ്റെടുത്തപ്പോൾ, ഇറാഖിന്റെ അധികാരം ഏറ്റെടുത്തപ്പോൾ കൂഫയിൽ വെച്ചിട്ട് പ്രസംഗിച്ച പ്രസംഗത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം പാടിയ ബൈത്താണ് അനബിൻ ജലായ എന്നുള്ളത്. സിമ്പിൾ അല്ലേ? ഓക്കെ, ഓപ്ഷൻ എ ഹജ്ജാജ് ബിൻ യൂസുഫ് സഖഫിയാണ് ഈ ഒരു അനബിൻ ജലാവത്തുൽ എന്ന് പറയുന്ന ഖസീദ അവതരിപ്പിച്ചത്.
അദ്ദേഹം കൂഫയില്, അദ്ദേഹം ഇറാഖിന്റെ അതായത് അബ്ദുൽ മലിക് മർവാൻ അദ്ദേഹത്തിന് ഇറാഖിന്റെ ഭരണം ഏൽപ്പിച്ചപ്പോ കൂഫയിലെ മിമ്പറിൽ വന്നിട്ട് പള്ളിയിൽ വന്നിട്ട് അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് എണീറ്റിരുന്നു. ആ സമയത്ത് ഒരു പാടിയ ഒരു ബൈത്താണ്. അടുത്തൊരു കിതാബുൽ അവാനി എന്നുള്ളത്. ഈ കിതാബുൽ അവാനിൽ എന്തൊക്കെയുള്ളത്? നമ്മൾ ആറാമത്തെ യൂണിറ്റിൽ അബുൽ ഫർജൽ സുഹാനിന്റെ കിതാബുൽ അവാനി 50 വർഷം കൊണ്ട് എഴുതിയതാണ്. 21 ജുസ് ഉണ്ട്. സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. പക്ഷെ അത് എന്തോ കിതാബാണ്? ആ കിതാബിൽ എന്താ പറയുന്നത്? അവാനി അസ്വാത്തുകളെ കുറിച്ചാണ്. അവനിയത്തുകളും അസ്വാത്ത് സൗത്തുകളെ കുറിച്ച് മാത്രമാണ്. അതല്ല അവാനി അസ്വാത്ത് അൽഹാനി ഷുറ അസ്ഹാബുൽ അവാനി അൽഹാനി സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതല്ല അൽ അദബ് ഷിർ അഹ്വാൽ മുലൂക്ക്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഓരോ കിതാബുകളെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ കാത്തിബിനെ കുറിച്ച് മാത്രം മനസ്സിലാക്കിയാൽ പോരാ. നമ്മള് ആ കിതാബിന്റെ ജുസ് ഇതൊക്കെ പഠിച്ച പോരാ. ആ കിതാബ് എന്ത് വിഷയത്തിലാണ് എഴുതിയത്, ആ കിതാബിൽ എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് കറക്റ്റ് ആൻസർ? ഓക്കെ, ഓപ്ഷൻ ഡി, അദബ് ഷീർ അഹ്വാൽ മുലൂക്ക്. അവാനിൽ എന്തായാലും അവാനി ഉണ്ടാവുന്നില്ല മനസ്സിലാക്കണം അല്ലെ? അവാനിലെ കുറെ ആ കാലത്ത് പ്രസിദ്ധമായ അവാനികള്, മ്യൂസിക്കുകള്, ഈണങ്ങൾ, ഇതൊക്കെ ഒരുമിച്ച് കൂട്ടിയുണ്ടാക്കി കിതാബാണ്. അപ്പൊ അവാനി എന്തായാലും ഉണ്ട്, നമ്മൾ ആദ്യം മനസ്സിലാക്കണം കേട്ടോ. പിന്നെ അവാനി അസ്വാത്ത് മാത്രമാണോ? അതല്ല അസ്ഹാബുൽ അവാനി അൽ അൽഹാനി, ഈ അവാനിന്റെ ആളുകൾ ഉണ്ടാവുമല്ലോ, ഓരോ അവാനി ഉണ്ടാക്കിയ അത് രൂപം കൊടുത്ത ഒരാളുകൾ ഉണ്ടാവല്ലോ, അവരെ കുറിച്ചുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അൽ അവാനി അൽ അസ്വാത്ത് വൽ അഷ്വാറ വസ്ഹാബുൽ അവാനി. അപ്പൊ ഇതിൽ ഈ കിതാബുൽ അവാനി എന്ന് പറഞ്ഞ അബുൽ ഫർദുൽ ഇസ്ഫഹാനിന്റെ കിതാബില് കുറെ അവാനികളുണ്ട്, സൗത്തുകളുണ്ട്, അൽഹനുകളുണ്ട്. ഇതൊക്കെ കവിതയുമായി ബന്ധപ്പെട്ട മ്യൂസിക്കുമായി ബന്ധപ്പെട്ട ഓരോ ഇസ്തിലാഹുകളാണ് കേട്ടോ. പിന്നെ ഷെറാകള്, ഷായരികളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അസ്ഹാബുൽ അവാനി വൽ അൽഹാൻ എന്നും പറയുന്നത്. ജസ്റ്റ് നോക്കിയാൽ മതി. അബുൽ ഫർദുൽ ഇസ്ഫഹാനിന്റെ കിതാബാണ്. അടുത്തായിട്ട് ജാഹിലിന്റെ മുഅല്ലഫാത്തുകൾ ഇതിൽ ഏതൊക്കെയാണ്? 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ കുറെ ജാഹിലിനുണ്ട്, ജാഹിലിന്റെ അല്ലാത്തതുണ്ട്. അപ്പൊ പൂർണ്ണമായിട്ട് ജാഹിലിന്റെ കിതാബുകൾ മാത്രമുള്ള ലിസ്റ്റാണ് സെലക്ട് ചെയ്യാൻ പറയുന്നത്. മഹാസിൻ അൽദാൽ ജാഹിലിന് നമുക്കറിയാം, കിതാബുൽ അൽ ബയാൻ. പിന്നെ ഫിഹറസ്റ്റ്. ഫിഹറസ്റ്റിൽ നമ്മൾ പ്രത്യേകമായിട്ട് നമുക്ക് 6ാം യൂണിറ്റിൽ പഠിക്കാനുള്ള ഒരാളാണ് ഇബ്നു നദീബിന്റെ പ്രസിദ്ധമായ കിതാബ് ഫിഹറസ്റ്റ്. അപ്പൊ ആ ലിസ്റ്റ് എന്തായാലും നമുക്ക് ഒഴിവാക്കാം. പിന്നെ അദബൽ കബീർ, കിതാബുൽ ഓപ്ഷൻ ഡി ആണ് എല്ലാവരും പറയുന്നത്. നമുക്ക് നോക്കട്ടോ. അദബൽ കബീർ ആരതാണ്? ഇവര് മുക്കഫയുടെ കിതാബിന് അദബുൽ കബീർ ഉണ്ട്. അപ്പൊ അതുമല്ല, നമുക്ക് ഫസ്റ്റിനെ ഒഴിവാക്കാം. പിന്നെ ഫിഹറസ്ത്, അത് നമുക്ക് ഫസ്റ്റിനെ ഒഴിവാക്കാം. പിന്നെ 4ാമത്തെ ഓപ്ഷനെ ചാൻസ് മഹാസിൻ അബ്ദാദ് ജാഹിലിൻ്റെതാണ്. ജാഹിലാണ് ബയാനത്തുൽ ജാഹിലിൻ്റെതാണ്. കിതാബുൽ ഹയവാൻ ജാഹിലിൻ്റെതാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, കബീർ 4 ജുസ് ആണ്, ഹയവാന് 8 ജുസ് ആണ്. ഫളീലത്തുൽ മുഅ്തസില, ഇമാമത്തുൽ ഉലമാ മദ്ഹബ് ശിയ, അത്തർബിയ്യത്ത് തദ്വീർ, അഖ്ലാഖുൽ മുലൂക്ക് സംഭവങ്ങളൊക്കെ 360-ലേറെ കിതാബുകൾ ജാഹിലുണ്ട് കേട്ടോ. അടുത്തത് ഒരു ഷെയർ, ഒരു താരീഫാണത്. ഷക്ൽ മൂസീഖിയും ഷഅരിയും തജ്ദീദിയും യഖൂമു അലാ അദമിൽ ഇൽത്തിസാമി ബിഅദദി മുഹദ്ദദ മിൻ തഫാസിൽ ഫീ കുല്ലി ബൈത്തിൻ മിൻ നാഹിയ വഅദം ഇൽത്തിസാമി വഹദത്തുൽ ഖാഫിയ. ഓക്കെ. أو أي نسق منظم في ضفية القصيدة من ناحية أخرى مع التزام كل التفاعل المستخدمة في القصيدة. بنفس البحر هذه العبارة تشير إلى قسم خاص. ഏത് ഷെയറിന്റെ താരീഫാണിത്? അതായത് നമുക്ക് ഇതിന് കുറെ ഇബാറത്തുണ്ട്. അതായത് അദം ഇൽത്തിസാം കാഫിയ. സാധാരണ കവിതയിൽ എന്ത് കവിതയുടെ നിയമമാണ് എല്ലാത്തിനും കാഫിയ ഒന്നാണുള്ളത്, അതായത് അവസാനത്തെ. പക്ഷെ ഇതിലെന്തില്ല, വഹദത്തുൽ ഖാഫിയ നിർബന്ധമില്ല. അത് ബൈത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഷെയറുൽ മുർസലാണ്. പക്ഷെ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, ഷെയറുൽ ഹുറ, ഷെയറുൽ മുർസൽ അല്ലെ? പക്ഷെ ബിയും സി രണ്ടും ശരിയാണ് കേട്ടോ. കാരണം ഷെയറുൽ മുർസൽ ആണ്, ഷെയറുൽ ഹുറ ആണ് മുത്തറാദിഫുകൾ, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ ഇത് ഓപ്ഷൻ ബി സെലക്ട് ചെയ്താൽ ഓപ്ഷൻ സി സെലക്ട് ചെയ്താൽ അന്ന് NTA എല്ലാവർക്കും മാർക്ക് കൊടുത്തു. ബി സെലക്ട് ചെയ്താൽക്കും സി സെലക്ട് ചെയ്തു. അടുത്തൊരു ആലിമും മുഹദ്ദിസും സൂഫിയും മിനൽ ഹിന്ദ് ലഹു മുഅല്ലഫാത്തുൻ ഖയ്യിമ. അതിൽപ്പെട്ട തന്നെ ഫൗസൽ കബീർ. ഇന്ത്യൻ ലിറ്ററേച്ചറിൽ കുറെ കിതാബുകളാണ്. കിതാബുകളെ കുറിച്ച് നമുക്ക് ഒരു പാട്ട് പഠിക്കാണ്ട് മാത്രമല്ല, എഴുത്തുകാരിൽ തന്നെ ഇപ്പൊ ഷാവലുല്ലാഹി ആണെങ്കിലും അതുപോലെ തന്നെ കന്നൂജി, നവാബ് ഹസൻ ഖാൻ കന്നൂജി ആണെങ്കിലും ഇവർക്കൊക്കെ ഒരുപാട് കിതാബുകൾ. ഇവരെ കിതാബുകളെ തന്നെ ചേരുമ്പടി ചേർക്കാനായിട്ടും അല്ലെങ്കിൽ കിതാബിന്റെ പേര് എന്നിട്ട് ആരതാണ് ചോദിച്ചിട്ടും അല്ലെങ്കിൽ ആളെ പേര് എന്നിട്ട് അവരുടെ കിതാബ് സെലക്ട് ചെയ്യണം. അങ്ങനെ കിതാബുകൾ തലങ്ങും വലങ്ങും ചോദിക്കലുണ്ട് ഇന്ത്യൻ ലിറ്ററേച്ചറിൽ. നമ്മൾ 9ാമത്തെ മിനിറ്റിൽ. അപ്പൊ ഇവിടെ ചോദിച്ചാൽ ഫൗസൽ കബീർ ആരതാന്നുള്ളതാണ്. സിമ്പിൾ ആയ ഒരു ക്വസ്റ്റൻ ആട്ടോ. ഷാവലുല്ലാഹിന്റെ ഒരു തഫ്സീർ ആണ് അല്ലെ ഫൗസൽ കബീർ എന്ന് പറയുന്നത്.
ഉം. ഷാവലിദാനെ കുറിച്ച് നിർബന്ധം പഠിക്കണ്ട. ഏകദേശം എക്സാമിനൊക്കെ ഷാവലിദാനെ കുറിച്ച് ചോദിക്കലുണ്ട്. ഓരോ കിതാബുകളെ കുറിച്ചൊക്കെ. അടുത്തായിട്ട് ഒരു താരിഫ് വന്നിട്ടുണ്ട്. ഇത് എന്തിന്റെ താരിഫാ? ഇസ്നാദുൽ ഫൈലി ഔ മാ ഫി മഅനാഹു ഇലാ ഗൈരി മാ ഹുവ ലഹു അലാഖത്തുൻ മാ ഖരീനത്തിൻ മാനിയത്തിൻ മിൻ ഇറാദിൽ ഇസ്നാദുൽ ഹഖീഖി. ഇസ്നാദുൽ ഫൈലി ഔ ഫി മാ ഫി മഅനാഹു എന്ന് പറഞ്ഞാൽ തന്നെ ഇത് എന്താണ്? ഈ താരിഫ് എന്തിന്റെ താരിഫാണ്? അപ്പൊ നമ്മള് മജാസ് എന്താണ് എന്തൊക്കെ പഠിക്കുമ്പോൾ ഇതിൽ താരിഫ് കൂടെ ഒന്ന് നോക്കട്ടോ. അതായത് താരിഫിന്റെ അർത്ഥം മനസ്സിലാക്കൽ മാത്രമല്ല, യഥാർത്ഥൂടെ മനസ്സിലാക്കുക. അപ്പൊ ഒരാളിങ്ങനെ എന്താണ് മജാസാക്കലി പറഞ്ഞാല് ഫെയിലിനെയോ ഫെയിലിന്റെ സ്ഥാനത്തുള്ളതിനെയോ ചേർക്കലാണെന്നൊക്കെ മലയാളം പഠിച്ച് ഐഡിയ ഉണ്ടാക്കി. പക്ഷെ അയാൾക്ക് ഇതിലെ താരിഫ് എന്താണ് ചേർക്കുക എന്നുള്ളത് ഇസ്നാദാണ്, ഒന്നും അറിയില്ല. പിന്നെ അയാൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ട് ആൻസർ ചെയ്യാൻ കഴിയൂലല്ലോ. ഓക്കെ, മജാസ് actually നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കട്ടോ. ഓക്കെ, 3 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. مثل محمود തൈമൂർ അല ജായിസത്ത് ദൗലത്ത് തസ്ജിയ ഫിൽ അദ്വൽ മജ്മു. അപ്പൊ മഹ്മൂദ് തൈമൂറിന് ജായിസത്ത് ദൗലത്ത് തസ്ജിയ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രചനക്കാണ്, ഏത് സമാഹാരത്തെ കവിത, ഏത് കഥാ സമാഹാരത്തിനാണ്, ഏത് രചനക്കാണ് അദ്ദേഹത്തിന് കിതാബ് കിട്ടിയുള്ളത്? സ്വാഭാവികമായിട്ട് എഴുത്തുകാരന്മാർക്ക് ഏതെങ്കിലും ഇപ്പോ നജീബ് മുഹമ്മദ് നോബൽ സമ്മാനം കിട്ടിയത് അദ്ദേഹത്തിന് എന്താ പറയാ ഔലാദുൽ ഹാറത്തിന എന്ന് പറയുന്ന നിവായക്കാണ്. അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ അവാർഡ് കിട്ടുമ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഏതെങ്കിലും ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. ആ കിതാബിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു അവാർഡ് കിട്ടുക. അപ്പൊ നമ്മള് എഴുത്തുകാർ, പ്രധാനപ്പെട്ട എഴുത്തുകാർ, അവരുടെയൊക്കെ അവാർഡുകൾ, ഇന്ന അവാർഡ് കിട്ടി ഇന്ന അവാർഡ് കിട്ടി എന്നൊക്കെ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഏത് രചനക്കാണ് അവാർഡ് കിട്ടിയെന്ന് കൂടെ ജസ്റ്റ് നോക്കട്ടോ. ആ തരത്തിലുള്ള ക്വസ്റ്റ്യനുകളൊക്കെ ചോദിക്കുന്നുണ്ട്, മനസ്സിലായല്ലോ. ഇന്തിസാറുൽ ഹയാത്ത്, ഷവാലിബ്, ബിൽവാമി, മാൻതും ബിഖൈർ, അനൽ ഖത്ൽ. 4 അദ്ദേഹത്തിന്റെ രചനകൾ തന്നെയാണ്. പക്ഷെ ജായിസത്ത് ദൗലത്ത് തസ്ജിഇയ്യ കിട്ടിയിട്ടുള്ളത് ഏത് രചനക്കാണ്? അപ്പൊ കുല്ലു ആമി വഅൻതും ബിഖൈർ എന്നുള്ള രചനക്കാണ് ട്ടോ. നോട്ട് ചെയ്തൊക്കെ കുല്ലു ആമി. അപ്പൊ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയ ഒരു എഴുത്തുകൂടെയാണ് കുല്ലു ആമി. കാരണം അവാർഡ് കിട്ടുമ്പോൾ എന്തായാലും അതിനൊരു കുറച്ച് ഷുഹറത്ത് ഉണ്ടാവല്ലോ, അതിനൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. മഹ്മൂദ് തൈമൂറിനോട് ക്ഷമിക്കുക, അദ്ദേഹത്തിന്റെ സഹോദരനാണ് മുഹമ്മദ് തൈമൂർ. മുഹമ്മദ് തൈമൂറിന്റെ ഇമ്പോർട്ടൻസ് ഉള്ള അറബ് സാഹിത്യത്തിലെ ആദ്യത്തെ ഖിസ്സ ബസീർ എഴുതിയിട്ടുള്ളത്, ഫിൽ ഖിത്താർ എന്ന പേരിൽ ആദ്യത്തെ ഖിസ്സ ബസീർ എഴുതിയിട്ടുള്ളത് മുഹമ്മദ് തൈമൂറാണ്. മുഹമ്മദ് തൈമൂറിനെ കുറിച്ച് ഡീറ്റെയിൽ പഠിക്കാനില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ സഹോദരൻ വന്ന മഹ്മൂദ് തൈമൂറിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അടുത്ത أول سجل موضوعي للثقافة التي كانت ظاهرة في القرن الرابع للهجرة ودون المؤلف فيه أسماء الكتب وتكلم عن أصحابها. അതായത് ഹിജ്റ 4-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലെ അറേബ്യൻ സംസ്കാരത്തിന്റെ ഒക്കെ ഒരു റെക്കോർഡായിട്ട്, ആദ്യമായിട്ടുള്ള റെക്കോർഡായിട്ട് പരിഗണിക്കപ്പെടുന്ന കിതാബ് ഏതാണെന്ന്. മാത്രമല്ല അതിലെ അസ്മാഉൽ കുത്തുബ്, അതിന്റെ അസ്ഹാബുകൾ, ഓരോ കിതാബിന്റെയും മുസന്നിഫിനെ കുറിച്ചൊക്കെ മുസന്നിഫ് ഡീറ്റെയിൽ ചെയ്തിട്ടില്ല. അങ്ങനത്തെ കിതാബ് ഏതാണ്? നമ്മൾ നേരത്തെ കിതാബുൽ അവാനെ കുറിച്ച് പറഞ്ഞു. ഈ 6-ാമത്തെ മിനിറ്റിലെ ഓരോ കിതാബുകളും ആ കിതാബിന്റെ ഓതറും അതിനെ പബ്ലിഷ് ചെയ്ത വർഷമൊക്കെ പഠിക്കും. പക്ഷെ അതിലെന്താണ് ഡീറ്റെയിൽ, അതിലെന്താണ് വിഷയം ഉൾക്കൊള്ളുന്നത് നമ്മൾ മനസ്സിലാക്കൂല. അപ്പൊ അങ്ങനത്തെ ഒരു ഫാൾട്ട് ഒരിക്കലും വരുത്തരുത്. ഓരോ കിതാബുകളിൽ എന്താണ് ഉൾക്കൊള്ളി, കിതാബ് തുറന്ന് വായിക്കുന്നുണ്ടെന്ന് ആവശ്യമില്ല, അതിനെക്കുറിച്ച് ജസ്റ്റ് എക്സ്പ്ലനേഷൻ ഗൂഗിളിൽ അടിച്ചാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും, അതിൽ എന്താണ് ഉൾക്കൊള്ളുന്നത്. അപ്പൊ അത്തരത്തില് ഹിജ്റ 4-ാം നൂറ്റാണ്ട് വരെയുള്ള എഴുത്തുകൾ നോക്കുമ്പോൾ കിതാബുൽ മുസ്ഹിർ എന്നൊക്കെ പറഞ്ഞാൽ ഹിജ്റ സുയൂത്തി ഇമാം ഹിജ്റ 9-10 ജീവിച്ച, അപ്പൊ അതൊന്നും ചാൻസ് ഇല്ല. ഖസാഇസ് ഇബ്നു ജുന്നി അതും ചാൻസ് ഉണ്ട്. പക്ഷെ കിതാബുൽ ഫിഹറസ്ത് അൽ അമാൽ ഖാലി, അപ്പൊ ഇത് ഉത്തര കിതാബുൽ ഫിഹറസ്ത് ഉണ്ട്. അപ്പൊ കിതാബുൽ ഫിഹറസ്തിനെ കുറിച്ച് ഇബ്നു ദീബിന്റെ സംഭവത്തിൽ തന്നെ പറയുന്നുണ്ട്. ഹിജ്റ മുമ്പ് 350-കളിൽ മരണപ്പെട്ട ആളാണല്ലോ. അപ്പോ ഏകദേശം മനസ്സിലാക്കാം 4-ാം നൂറ്റാണ്ടിൽ മരണപ്പെട്ട ആൾ. അപ്പൊ അദ്ദേഹത്തിന്റെ കാലം വരെയുള്ള സഖാഫത്തുകളെ കുറിച്ച് അതിൽ ഉണ്ടാവുള്ളൂ. പിന്നെ സുയൂത്തി ഇമാമൊക്കെ 10-ാം നൂറ്റാണ്ടൊക്കെ ജീവിച്ചാലാണെങ്കിൽ 10-ാം നൂറ്റാണ്ട് വരെയുള്ള സംഭവങ്ങൾ അതിലുണ്ടാവും. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാം. മാത്രമല്ല കിതാബുൽ ഫിഹറസ്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് ഈ സംഭവം. 4-ാം നൂറ്റാണ്ട് വരെയുള്ള സംസ്കാരത്തെ കുറിച്ചും അറബ് സംസ്കാരത്തെ കുറിച്ചും അതുപോലെ തന്നെ അക്കാലം വരെയുള്ള ഒരുപാട് പ്രധാനപ്പെട്ട കിതാബുകളും അതിന് മുഅല്ലിഫീങ്ങളെ കുറിച്ചൊക്കെ എഴുതിയ ഒരു കിതാബാണ് കിതാബുൽ ഫിഹറസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ കാലത്തുള്ള എന്തായാലും മക്കാലകള്, കുത്തുബുൽ അദ്യാൻ, മതപരമായിട്ടുള്ള കിതാബുകൾ, ഫിഖ്, ഖാനൂന്, പ്രധാനപ്പെട്ട മസാഹിറുൽ മുലൂക്ക് വശൂറ വൽ ഉലമാ സംഭവങ്ങളൊക്കെ ഉണ്ട് ട്ടോ. 385 മൂപ്പര് മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ എന്താ പറയാ, അദ്ദേഹം യഅ്മലു ഫി തഅലീഫി 377 ഇത് എഴുതാനിരിക്കുന്നത്. ഓക്കെ, സംഭവങ്ങളൊക്കെയാണ്. അടുത്ത ഇബ്നു റഷീദുൽ ഖൈറുവാനിന്റെ ഒരു കിതാബ് ഉണ്ട്. അദ്ദേഹം നഖദിൽ അറിയപ്പെട്ട ഒരു കിതാബ് അദ്ദേഹത്തിനുണ്ടത്. അത് ഏതാണ്? വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ അല്ലെ. ഇബ്നു റഷീദുൽ ഖൈറുവാനി നമുക്ക് 4-ാമത്തെ മിനിറ്റില് അബ്ബാസിയ കാലത്തിന്റെ ആഹ്ലാദം നമുക്ക് പഠിക്കാനുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു കിതാബ്, അറിയപ്പെട്ട കിതാബ് ഏതാണ്? കിതാബുൽ ഉംദ ഫി സുനാഅത്ത് ശിഅരി വ നഖ്ദിഹി എന്നുള്ളത്
എല്ലാവർക്കും അറിയുന്നുണ്ട്. പിന്നെ ഇപ്പതിന്റെ വിഷയത്തിൽ നമ്മൾ ഏറ്റവും മുന്തിക്കുന്ന കിതാബുകളിൽ പെട്ട ഒന്നാണ് കിതാബുൽ ഉംദ എന്നുള്ളത്. അത് ഇബ്നു റഷീഖ് ഖൈറവാനിലുള്ള എല്ലാവർക്കും അറിയുന്ന സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇത് എന്തൊക്കെയാ പറയുന്നത് എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. قدر أن يكون مقصود بالشيء محاسن لغته وعلومه ونقده وأغراضه. അതുപോലെ തന്നെ ബലാഗത്ത്, അതിന്റെ ഫന്നുകളെ, ഒരു സാഹിത്യകാരൻ എന്തൊക്കെയാണ് ഉണ്ടാവേണ്ടത്, ഇൽമുൽ അൻസാബ്, അയ്യാമുൽ അറബ്, ഇതൊക്കെ അറിയണം. ഈ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ. അടുത്ത ഷായർ ഇഖ്തിയാർ ഉദ്വാൻ ഫിൽ ലജ്നത്തി തൻഫീദിയ്യത്തി ലിമൻളമത്തി തഹ്രീൽ ഫലസ്തീനിയ. 1987 ഫലസ്തീൻ ലിബറൽ അസോസിയേഷനുണ്ട്. അതായത് ഫലസ്തീൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ഒരു സംഘടന, ഒരു ഓർഗനൈസേഷൻ. അതിന്റെ എക്സിക്യൂട്ടീവ് ബോഡിയിലെ അംഗമായിട്ടുള്ള ഷായർ ആരാണെന്ന് ചോദിക്കും. അപ്പൊ നമ്മള് നജീം മഹ്ഫൂദ്, തൗഫീഖുൽ ഹക്കീമിനൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയും, ഇവര് ലജ്നത്തുൽ സിനിമന്റെ അംഗമായിരുന്നു, പ്രസിഡന്റ് ആയിരുന്നു, ഈ ഒരു സ്വഹൈഫന്റെ റഈസ് തഹ്രീർ ആയിരുന്നു, പിന്നെ വർഷാനൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അതൊക്കെ ഇപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യനുകളൊക്കെ ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹം ഏതൊക്കെ സംഘടനയിൽ അംഗമായിരുന്നു, സംഭവങ്ങളൊക്കെ നമ്മൾ അറിയണം എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നത്. അതൊക്കെ കഴിഞ്ഞതിന് മുമ്പത്തെ തൊട്ടുമുമ്പുള്ള എക്സാമിന് ചോദിച്ചതാണ്. ഓപ്ഷൻ 3 മഹ്മൂദ് ദർവേഷ്. നല്ല ചാൻസ് ആണ്, കാരണം മഹ്മൂദ് ദർവേഷ് ഉള്ളത് ഒരു ഫലസ്തീൻ കവിയാണ് അല്ലെ, ഫലസ്തീൻ വിമോചന കവിയായിട്ട് അറിയപ്പെട്ട ആളാണ് മഹ്മൂദ് ദർവേഷ്. അപ്പൊ നല്ല ചാൻസ് അതന്നെ ഉള്ളൂ, കാരണം ബാക്കിയുള്ള ആളുകളെ കുറിച്ച് നമുക്ക് സിലബസിൽ നമ്മൾ പഠിച്ചിട്ടുമില്ല. ഓക്കെ, കറക്റ്റ് ആൻസർ മഹ്മൂദ് ദർവേഷ് തന്നെയാണ് കേട്ടോ. 2008 മരണപ്പെട്ട ഷായറാണ്. അടുത്തായിട്ട് ഇസ്തിസ്ന, നെഹ്വുമായി ബന്ധപ്പെട്ട് 10ാമത്തെ യൂണിറ്റിലെ നെഹ്വുമായി ബന്ധപ്പെട്ട ഇസ്തിസ്ന മുഫറഗ എന്താണ്, ഇല്ല കൊണ്ട് ഇസ്തിസ്ന ചെയ്യപ്പെടുന്ന ഇസ്തിസ്ന മുഫറഗ എന്ന് എപ്പോഴാ പറയാം? ഓക്കെ, അപ്പൊ ഇസ്തിസ്ന മുഫറഗ എന്താണെന്ന് മനസ്സിലാക്കണം. കലാമ് താമാകാം, മുസ്നമിന് പറയപ്പെടാം. അതല്ല കലാം മൻഫിയാകാം, മുസ്നമിന് പറയപ്പെടാതിരിക്കാം. കലാം മൻഫിയാകാം, മുസ്നമിന് പറയപ്പെട്ടതാകാം. കലാമ് താമാകാം, മുസ്നമിന് പറയപ്പെടാത്തതാകാം. ഏത് രൂപത്തിലാണ് നമുക്ക് ആൻസർ നോക്കാം. കലാം മൻഫിയാകണം, അതുപോലെ തന്നെ മുസ്നമിന് പറയപ്പെടാതിരിക്കുകയും വേണം. ഞാൻ ഉദാഹരണം, മാ കാമ ഇല്ലാ സെയ്ദ്. അപ്പൊ മാ കാമ കലാം മൻഫിയാണ്. മുസ്നാമിൻഹു തന്നെ ഇല്ലക്ക് മുമ്പുള്ള ഇസ്മ പറയപ്പെടേണ്ട സാധനം, അത് പറഞ്ഞിട്ടില്ല. മാക്കാമ അഹദുൻ ഇല്ലാ സെയ്ദ് എന്നാ പറയപ്പെടേണ്ടിരുന്നത്, പക്ഷെ മാക്കാമ അഹദ് എന്നുള്ള മുസ്ലിമിനും പറഞ്ഞു കളഞ്ഞു. അപ്പൊ മാക്കാമ ഇല്ലാ സെയ്ദ്. ഓക്കെ, ലാ അഹദുൻ ഇല്ലാ ഹിമാർ. അത്തരത്തില് ഒരു മൻഫിയ കലാമെ ഒരു മുസ്ലിമിനും ഇല്ലക്ക് മുമ്പുള്ള മുസ്ലിമിനും പറയപ്പെട്ടിട്ടുമില്ല. ഇത്തരത്തിലുള്ള കലാമിനാണ് എങ്ങനത്തെ ഇല്ല കൊണ്ട് ഇസ്തിസ്നപ്പെടുന്ന മുസ്ലിക്കാണ് ഇസ്തിസ്ന മുഫറഗ എന്ന് പറയുന്നത്. ഓക്കെ, ഇസ്തിസ്ന മുഫറഗിന്റെ ഏറെ പേര് ഇസ്തിസ്ന നാഖിസ് എന്നുള്ള കേട്ടോ. ഇസ്തിസ്ന നാഖിസ് മുഫറഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്തിസ്ന മിൻഹുനെ കളയപ്പെട്ടു, അതുപോലെ തന്നെ അതിന് മുമ്പുള്ള കലാമ് നഫിയോ ശിബുഹ് നഫിയോ ഒക്കെ ആവുകയും ചെയ്താൽ ഇസ്തിസ്ന നാഖിസ് എന്നാവും, അല്ലെങ്കിൽ ഇസ്തിസ്ന മുഫറഗ എന്നൊക്കെ പറയും. അടുത്തൊരു പ്രധാനപ്പെട്ട കിതാബാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ ഫീ ബലാഗ് അഖ്ബാർ മുർത്തഖാലി എന്നുള്ളത്. നമുക്ക് പ്രത്യേകിച്ച് കേരളക്കാരെ നമുക്ക് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു രചനയാണ്. ഇത് 6 കിതാബാണ്, പക്ഷെ ഇതിൽ ഓപ്ഷൻ 4 കേരളക്കാരനെ കൊടുത്തിട്ടില്ല കേട്ടോ. ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. തുഹ്ഫത്തുൽ മുജാഹിദീൻ ആരതാണ്? സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറയുന്നത് 2 ആളുകളുണ്ട്. സൈനുദ്ദീൻ കബീർ ഉണ്ട്, അല്ലെങ്കിൽ സൈനുദ്ദീൻ അവ്വൽ എന്ന് പറയപ്പെടുന്ന ആളുടെ സൈനുദ്ദീൻ സാനി ഉണ്ട്. അപ്പൊ ഈ തുഹ്ഫത്തുൽ മുജാഹിദീൻ അത് 6 കിതാബാണ്. സൈനുദ്ദീൻ അവ്വലാണോ സാനിൻ്റെതാണോ എന്നുള്ളത് ഡൗട്ട് ഉണ്ടാവും. കാരണം അബ്ദുൽ അസീസ് മുഹമ്മദ് ഖസാലി ചാൻസലർ, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ആണ് നമുക്ക് അറിയാം തുഹ്ഫത്തുൽ മുജാഹിദ്. സൈനുദ്ദീൻ അവ്വലാണോ സാനിയാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. സൈനുദ്ദീൻ മഖ്ദൂം സാനിയാണ് കേട്ടോ. ഫത്ഹുൽ മുഈനൊക്കെ എഴുതിയിട്ടുള്ള അതേ ആള് തന്നെയാണ് തുഹ്ഫത്തുൽ മുജാഹിദിന്റെ ഇബ്നു മുഹമ്മദ് അൽ ഖസാലി. അതായത് സൈനുദ്ദീൻ കബീറിന്റെ മകനാകുന്ന മുഹമ്മദ് അൽ ഖസാലി, അവരെ മകനാകുന്ന സൈനുദ്ദീൻ സാനി. അവരെ കിതാബാണ് തുഹ്ഫത്തുൽ മുജാഹിദ്. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ പറയുന്നതിന് 4 ഖിസ്മുകളാക്കുന്നുണ്ട്. ഓരോ ഖിസ്മിലും എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതെന്നൊക്കെ അറിയണം. അടുത്തായിട്ട് يستوعب صورة حية للحياة الاجتماعية في مختلف البيئات التي تقلب فيها الرجل والنعس الذي انقضت فيه حياته وفيه تحليل وتعليل لشتى ظاهرات وعناصر وحدات الحياة الاجتماعية. അപ്പൊ ഒരു മനുഷ്യന് അദ്ദേഹം ജീവിതത്തിൽ അനുഭവിച്ച, അല്ലെങ്കിൽ അദ്ദേഹം നേരിട്ട് അനുഭവിച്ചിട്ടുള്ള വ്യത്യസ്ത സാമൂഹിക പരിസ്ഥിതിയെ കുറിച്ച് ഒരു ജീവിക്കുന്ന ഒരു പിക്ചറാണ്. ആ പിക്ചറുകളൊക്കെ, ആ ചിത്രങ്ങളൊക്കെ ചിത്രീകരിക്കുന്ന, അതിനെ ഉൾക്കൊള്ളിക്കുന്ന ഒരു കിതാബാണ്. അതുപോലെ അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തെയും അതിനെ ഹല്ല് ചെയ്യുന്ന ആ കാലത്തുള്ള എല്ലാ വിഷയങ്ങളെയും വിശദീകരിക്കുന്ന ഒരു കിതാബ് ഏതാണെന്നുള്ളതാണ്. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞ 6 യൂണിറ്റിലെ കിതാബുകളെ കുറിച്ച് നോക്കുമ്പോൾ ആ കിതാബിന്റെ ഡീറ്റെയിൽസ് നിർബന്ധമായിട്ട് നോക്കണം. നമുക്ക് ഈ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യനുകളൊക്കെ അങ്ങനെ തന്നെ. കിതാബ് എത്ര ജുസ് ആണെന്ന് ചോദിച്ചില്ല. കിതാബിന്റെ വിശേഷണം എന്നിട്ട് ഏത് കിതാബാണെന്നുള്ള സെലക്ട് ചെയ്യാൻ പറയുന്നു.
അപ്പൊ മുറുജുദാഹബിന്റെ മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ വഫിയാത്തുൽ അയാൻ ബയാൻ കബീലുണ്ട്. ഇത് ഏതാണ്? ഇതിപ്പോ നമുക്ക് എല്ലാ കിതാബുകളും ആ കാലത്തെ എഴുതിയ ആള് അനുഭവിച്ച സാഹചര്യങ്ങളെ കുറിച്ചുള്ള കിതാബായിരിക്കും. പക്ഷെ ഇങ്ങനെ ഇതേമാരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഏത് കിതാബിനെ കുറിച്ചാണ് വന്നതെന്ന് ചോദിക്കുള്ളൂ. ഓക്കെ, ഇതിന് ഉത്തരം ഇബ്നു ഖൽദൂൻ, മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ. കാരണം ഇബ്നു ഖൽദൂൻ നമുക്കറിയാം ഒരുപാട് മിസ്രിലും അതുപോലെ തന്നെ തൂണിസിലും ഒരുപാട് സാമൂഹ്യ പരിസ്ഥിതിയിൽ ജീവിച്ച ആളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ കാലത്തെ ഹയാത്തുൽ ജിതിമായും സാധ്യതയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിന്റെ മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂനിലാണല്ലോ. ഫിയാത്തുൽ അയാൻ നമുക്കറിയാം കിതാബുകളും അതിനും സന്നിഫിയും കുറിച്ച് ബയാൻ തബീനും ഈ ഇൽമുൽ ബയാനുമായി ബന്ധപ്പെട്ട ഇൽമുൽ ബലാഗയും എന്നൊരു ചർച്ചകളാണ്. മുറുജുദഹബ് മസ്ഊദിന്റെ യാത്രകളാണ്. ഓക്കെ, അപ്പൊ ഇത് മൂന്നും എല്ലാം ഉറപ്പാണ്. മൂന്നും മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട്. അടുത്തായിട്ട് അതായത് ഒരു ഇന്ത്യയിലെ ഒരു ഷായർ, ഒരു കവിയും പണ്ഡിതനൊക്കെയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? തന്റെ കൂട്ടുകാർക്ക് കത്ത് എഴുതല് ഫിഷ്യൽ അറബിക്, അറബി കവിതകളിൽ കത്ത് എഴുതും. അദ്ദേഹത്തിന് നഫായിസ് ദുറർ എന്ന ഖസീദയുണ്ട് മദ്ഹുൻ നബി 645 എഴുതൽ. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്, ഒരുപാട് ഹിന്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. സിമ്പിൾ ആണ്. ഫൈദുൽ ഹസൻ സഹാറൻ ഫൂരി, അൻവർ ഷാ കശ്മീരി, അബ്ദുൽ ഖാദർ ഫൽഫരി, അമർ ഖാദർ ബൽകൂത്തി. അപ്പൊ നമുക്ക് ബാക്കിയുള്ള കൂട്ടുകാർക്ക് കത്തിലൂടെ കവിതകളിലൂടെ കത്ത് എഴുതാറുണ്ടെന്ന് അറിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഫായിസ് ദുറർ എന്ന് പറയുന്ന ഫായിസ് ദുറർ ഫി മദഹിൻ നബി എന്ന് പറയുന്ന ഒരു ഖസീദ എഴുതിയിട്ടുള്ള നമ്മൾക്ക് പരിചയത്തിലുള്ള നമ്മുടെ കേരളക്കാരനായിട്ടുള്ള ഉമർ ഖാദി എന്ന വെളിയങ്കോടുള്ള ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി അവരെ എഴുതിയ കിതാബാണ്. ഇനി അതറിയില്ലെങ്കിൽ റാസി വസ്തിഖാവ് ഇവരെ എപ്പോഴും സംസാരത്തിലോ ഒക്കെ ഇങ്ങനെ കവിത ഇങ്ങനെ കടന്നു വരുന്ന നിമിഷകാവ്യൊക്കെ ആയിരുന്നു. അപ്പൊ ഇൻഷാല്ല നമ്മള് ഇന്നത്തെ ഈ സെഷനോട് അവസാനിപ്പിക്കും. നമ്മള് PYQ കംപ്ലീറ്റ് ആയിട്ടുള്ള ഏകദേശം 30 ക്വസ്റ്റ്യനോളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മള് ക്വസ്റ്റ്യന്റെ കൂടെ തന്നെ ക്വസ്റ്റ്യന് അതുമായി ബന്ധപ്പെട്ട ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അത് മനസ്സിലാക്കണം. അതോടുകൂടി തന്നെ ക്വസ്റ്റ്യന്റെ ശൈലികൾ, പാറ്റേണുകൾ എത്തരത്തിൽ മാറിയിട്ടുണ്ട്, പുതിയ പാറ്റേണുകൾ ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, ഏതൊക്കെ ഒരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള സംഭവങ്ങളൊക്കെ കൂടെ ഇതിൽ നിന്ന് മനസ്സിലാക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കാം. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മള് ഏകദേശം നമ്മുടെ സെമ്മ സെഷൻ വൈൻഡപ്പ് ചെയ്യാനാവാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ കാര്യങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് വൈൻഡപ്പ് ചെയ്യാം.